പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഈ പകലിൽ വീണ്ടും ആയിരിക്കാം. ഈ പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഹോശേയ പ്രവചന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ദിവസം വായിക്കാം. ഹോശേയ പ്രവചന പുസ്തകം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രീമേ, ഞാൻ നിനക്ക്. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗങ്ങളാണ് വായിച്ചു കേട്ടത്. ഹോശേയ പ്രവചകൻ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പ്രവചിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ പ്രധാനമായി കാണാൻ കഴിയുന്നത് കർത്താവ് മുറിവുണ്ടാക്കിയും കർത്താവ് തന്നെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില മുറിവുകൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കുന്നു. ദൈവം വെറുതെ മുറിവുകൾ ഉണ്ടാക്കത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുറിവേൽക്കാൻ നമ്മൾക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷെ അബദ്ധവശാൽ ചില സാഹചര്യങ്ങൾ നമ്മൾ അവരെ തല്ലേണ്ടി വരുന്നു, വഴക്ക് പറയേണ്ടി വരുന്നു, ശാസിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതുപോലെയും ദൈവം ഒത്തിരി ക്ഷമിച്ച് കാത്തിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് വിധേയപ്പെടാതിരിക്കുമ്പോൾ ദൈവം നമ്മെ തല്ലുന്നു. സ്തോത്രം. ഹോശേയ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വരുവിൻ, നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ച് കീറിയിരിക്കുന്നു. അപ്പൊ ദൈവത്താൽ കടിച്ച് കീറപ്പെട്ട ഒരനുഭവം ഈ ജനം അനുഭവിക്കുകയാണ്. പിന്നെ എന്താണ്? അവൻ നമ്മെ അടിച്ചിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മെ സൗഖ്യമാകും. അത് പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, കടിച്ച് കീറപ്പെട്ട അനുഭവമാണെങ്കിലും ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? സൗഖ്യമാകും. അവൻ നമ്മെ അടിച്ചിരിക്കുകയാണെങ്കിലും അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും. സ്തോത്രം. 2-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അപ്പൊ ഒരു 3-ാം ദിവസത്തെ കുറിച്ചുകൂടെ ഭയക്കുക. 2 ദിവസം എന്ത് ചെയ്യാണ്? കർത്താവ് ഇങ്ങനെ അടിച്ചും മുറിവേൽപ്പിച്ചും ഒക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ 3-ാം ദിനത്തിൽ ദൈവം തന്നെ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. 3-ാം ദിനത്തിൽ കർത്താവ് നമ്മെ സൗഖ്യമാക്കാൻ പോകുകയാണ്. 3-ാം ദിനത്തിൽ കർത്താവ് നമ്മെ ജീവിപ്പിക്കാൻ പോകുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു 3-ാം ദിനമുണ്ട്. 3-ാം ദിനം. സ്തോത്രം. തിരുവചനത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ 3-ാം ദിനത്തെ കുറിച്ച് കാണുന്നുണ്ട്. 3-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിനമാണ്. അപ്പൊ ഈ 3-ാം ദിനത്തിന്റെ കണക്കുകളെ എടുക്കാൻ ഒത്തിരി ആളുകൾ ശ്രമിക്കാറുണ്ട്. 3-ാം ദിനമാണ് യേശു ഉയർത്തെഴുന്നേറ്റത്, അതുകൊണ്ട് യേശു ബുധനാഴ്ച മരിച്ചു എന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ മരണത്തെ കുറിച്ച് 3-ാം ദിനം എന്ന് പറയുന്നു. പിന്നെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, യോന മത്സ്യത്തിന്റെ വായിൽ ഇരുന്നതുപോലെ 3 ദിവസം 3 പകലും രാത്രിയും യേശു കർത്താവ് കല്ലറയ്ക്കകത്തിരിക്കുമെന്ന്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് യേശുവിന്റെ ഈ കല്ലറയ്ക്കകത്ത് വെക്കപ്പെട്ടതിനോടനുബന്ധിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും ഭയങ്കര ബുദ്ധിയുള്ളവർ ചിന്തിക്കുകയാണ്, 3 ദിവസം യേശു കല്ലറയ്ക്കകത്തിരുന്നു. അപ്പൊ 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്നെങ്കിൽ ഞായറാഴ്ച രാവിലെ പോരണമെങ്കിൽ ബുധനാഴ്ച രാത്രി കല്ലറയ്ക്കകത്ത് കയറിയിട്ടുണ്ടാവും. പക്ഷെ എന്താ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നത്? 3 രാവും പകലും. 3 രാവും പകലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ നമുക്ക് ഇവിടെ പകലായിരിക്കുമ്പോൾ തന്നെ നമ്മളെക്കാൾ 12 മണിക്കൂർ സമയവ്യത്യാസമുള്ള മറ്റൊരു രാജ്യത്ത് ഇപ്പോൾ അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുകയാണ്.
അവർക്ക് അവിടെ രാത്രിയും നമുക്കിവിടെ പകലുമായിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 12 മണിക്കൂർ കടന്നു പോകുന്ന ഇതേ സമയത്ത് തന്നെ ലോകത്തിന്റെ മറുവശത്ത് അവർ രാത്രിയിലൂടെ കടന്നു പോവുകയാണ്. ഒരു രാവും ഒരു പകലും ഒരു 12 മണിക്കൂറിനുള്ളിൽ നമ്മൾ കവർ ചെയ്യും. മനസ്സിലായോ? നമ്മൾ 12 മണിക്കൂർ പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മറുവശത്തിരിക്കുന്നവൻ ഒരു രാത്രിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ രാവും പകലും കടന്നുപോയി. അടുത്ത 12 മണിക്കൂർ നമ്മൾ ഇവിടെ രാത്രിയിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിന്റെ മറുവശത്തിരിക്കുന്നവൻ പകലിലൂടെ കടന്നുപോയി. രണ്ടാമത്തെ പകലും രാത്രിയും കടന്നുപോയി. മൂന്നാമത്തെ 12 മണിക്കൂറിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് പകലായി വരുമ്പോൾ അവർക്ക് വീണ്ടും രാത്രിയാണ്. അപ്പോൾ ഈ കണക്കാണ് കർത്താവ് പറഞ്ഞേ കേട്ടോ. നിങ്ങൾ ഒത്തിരി ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അസാധാരണമായി ചിന്തിപ്പിക്കാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കും. ഇങ്ങനെ ചിന്തിപ്പിച്ച് നമ്മളെ കുടുക്കിലാക്കും. എന്റെ കൂടെ ഇടയ്ക്ക് സുവിശേഷം പറയാൻ വരുന്ന ഒരു അച്ചായനുണ്ട്. ഭയങ്കര എരിവാണ്. അച്ചായൻ സുവിശേഷം പറഞ്ഞ ഒരു ഗ്രൂപ്പിലുണ്ട്. അവര് സ്നാനത്തെ എതിർക്കുന്ന അച്ചായനാണ്. ആ അച്ചായനോട് ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സ്നാനം സത്യമെന്ന് അറിഞ്ഞിട്ടും സ്നാനപ്പെടാൻ സമയം ലഭിച്ചിട്ടും സ്നാനപ്പെടാതെ പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോകും. ഇത് പറയാൻ നേരത്തെ ഇദ്ദേഹം എന്നെ വിലക്കി. അയ്യോ അങ്ങനെയൊന്നും പറയാൻ അവർക്ക് ഫീൽ ചെയ്യും, അവർക്ക് വിഷമം വരും. അപ്പൊ ഇദ്ദേഹം എന്നെ വീട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് സുവിശേഷം പറയാൻ ആത്മഭാരത്തോടെ കൊണ്ടുപോയിട്ട് ഇത് പറയാൻ നേരത്ത് ഈ എന്റെ കൂടെ വന്ന വ്യക്തി പറയുകയാണ്, ഇതൊന്നും പറയണ്ട, ഏത് സ്നാനപ്പെടുന്ന കാര്യമൊന്നും പറയണ്ട, അദ്ദേഹത്തിന് ഫീലിംഗ് വരും. സ്തോത്രം. അപ്പൊ ഇദ്ദേഹം എന്റെ സംസാരം നിർത്തിയിട്ട് പിന്നെ ഇദ്ദേഹം ഇരുന്നിട്ട് പറയുകയാണ്, ആത്മാവിൽ 2-3 ജനനമുണ്ടായിരുന്നു. യേശു ആത്മാവിൽ മരിച്ചിട്ട് യേശുവിന് ഒരു പുതിയ ആത്മാവുണ്ടായി. നമ്മളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ആത്മാവുണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു പുതിയ ആത്മാവിനെ ലഭിച്ചു. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കുറെ തിയറികളുണ്ട്. ഈ തിയറികൾ വീണ്ടും അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഏൽപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് കർത്താവിലേക്ക് നടത്തപ്പെടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ അകത്ത് വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് 2 ആത്മാവുണ്ട്. എന്താണ്? രക്ഷിക്കപ്പെടുന്നത് വരെ ഒരു ആത്മാവ്, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ 2ാമത്തെ ആത്മാവുണ്ടായി. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരമാണ് നമുക്ക് ചിന്തിച്ചു പോകാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ വിവിധ തലത്തിൽ ചിന്തിച്ച് നമ്മുടെ ആത്മീകമായ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്: യേശു 3 രാവും 3 പകലും കല്ലറയ്ക്കകത്തിരുന്നു എന്നതിന്റെ അർത്ഥം 36 മണിക്കൂർ യേശു കല്ലറയ്ക്കകത്തിരുന്നു എന്നാണ്. ഇതിൽ ഇനി നിങ്ങളെ ആരും അബദ്ധം പറഞ്ഞ് വേറൊരു കണക്ക് കൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു രാവ്, ഒരു ഭൂമിയുടെ ഒരു ഘട്ടം ഒരു രാവിലൂടെ, ഒരു പകലിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ മറുവശം ഒരു ഇരുട്ടിലൂടെ കടന്നു പോവുകയാണ്. ഭൂമിയുടെ ഒരു വശം ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ മറുവശം പകലിലൂടെ കടന്നു പോവുകയാണ്. 3 രാവും പകലും യേശു കല്ലറയ്ക്കകത്തിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി യേശുവിനെ കല്ലറയ്ക്കകത്തേക്ക് വെച്ചു. വെള്ളി രാത്രി 12 മണിക്കൂർ, പിറ്റേ ദിവസം പ്രഭാതം 6 മണി വരെയും ഒരു രാവും പകലും കടന്നുപോയി. ശനിയാഴ്ച പകല് വീണ്ടും രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഒരു പകലും രാത്രിയും യേശു കല്ലറയ്ക്കകത്തിരുന്നു. വീണ്ടും ഒരു രാത്രി വൈകുന്നേരം 6 മണി തൊട്ട് ഞായറാഴ്ച പ്രഭാതം 6 മണി വരെ 12 മണിക്കൂർ ഈ ലോകത്തിന്റെ രാത്രിയിലും പകലിലും യേശു കല്ലറയ്ക്കകത്തിരുന്നു. അങ്ങനെ 36 മണിക്കൂർ യേശു കല്ലറയ്ക്കകത്തിരുന്ന് 3-ാം ദിനത്തിൽ വെള്ളിയും ശനിയും മറികടന്ന് 3-ാം ദിനത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു. 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ കണക്കിൽ ഒരബദ്ധവുമില്ല. 3-ാം ദിവസത്തിൽ തന്നെയാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. പക്ഷെ ബൈബിളിൽ മറ്റു ചില ഭാഗങ്ങളിൽ 3-ാം നാൾ എന്ന് പറയുമ്പോൾ 36 മണിക്കൂറിന്റെ കണക്ക് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. 72 മണിക്കൂറിന്റെ കണക്കെടുക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ഹോശേയ പ്രവാചകൻ പറയുകയാണ്, 2-ാം നാളിൽ 2 നാളുകൾക്ക് ശേഷം, 2 നേരങ്ങൾക്ക് ശേഷം ദൈവത്തിന് ഇടപെടാൻ, ദൈവജനത്തിന് വെളിപ്പെടാൻ പോകുകയാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം, ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. അപ്പൊ ഹോശേയ പ്രവാചകൻ പ്രവചിച്ച കണക്കനുസരിച്ച് 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു വലിയ കാലയളവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 3-ാം ദിനത്തിൽ നമ്മെ അവൻ ജീവിപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മെ ജീവിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു 3-ാം ദിവസമുണ്ട്.
നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ, നമ്മെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു 3-ാം ദിവസമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു 3-ാം നാൾ ഒരുങ്ങുന്നുണ്ട്. സ്തോത്രം. യേശു ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അനുഭവം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം വാക്യം വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം വാക്യം. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവരോട്, അപ്പൊ നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: 3-ാം നാളിൽ യേശു ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് സംബന്ധിക്കുകയാണ്. ഏതാ 3-ാം ദിവസം? നമുക്ക് വളരെ നന്നായി ചിന്തിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം പറയുന്ന 1-ാം ദിവസം യോഹന്നാനായ അപ്പോസ്തലനായ യോഹന്നാനാൽ യേശു സ്നാനപ്പെടുന്ന ദിവസം. 2-ാം ദിവസത്തിൽ യേശു കുറച്ച് ശിഷ്യന്മാരെ കണ്ടെത്തുന്ന ദിവസം. 3-ാം നാളിൽ ഗലീലയിൽ എത്തുന്ന ദിവസം. അപ്പൊ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 3-ാം ധ്യാനത്തിന്റെ 3 ദിവസത്തിന്റെ കണക്ക് കിട്ടി. പക്ഷെ ലൂക്കോസ് എഴുതുന്ന സുവിശേഷത്തിൽ ലൂക്കോസ് 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് വായിച്ചാണ്. ലൂക്കോസ് 4-ന്റെ 1-ാം വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ 1-ാം ദിനത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. തുടർന്ന് വായിച്ചാട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ 1-ാം ദിനത്തിന്റെ 2-ാമത്തെ ഘടകം, 2-ാമത്തെ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. തുടർന്ന് വായിച്ചാട്ട് പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. ആ ദിവസങ്ങളിലൊന്നും ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പൊ 40 ദിവസം മരുഭൂമിയിലാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 3-ാം നാള് ചേരിയോ? പ്രശ്നമായി അല്ലേ? അപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ള ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? ബൈബിൾ എന്താണോ പറയുന്നത് അതിനപ്പുറം നമ്മൾ ഒന്നും ചിന്തിക്കാൻ പോകണ്ട. ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്: 1-ാം ദിനത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറഞ്ഞവനായി യേശു കർത്താവ് യോർദാൻ വിട്ടു മടങ്ങിയിട്ട് 40 ദിവസം മരുഭൂമിയിലായിരുന്നു. യോഹന്നാൻ എഴുതിയിരിക്കുന്നു 3-ാം ദിനത്തിൽ ഗലീലയിലായിരുന്നു. സ്തോത്രം. അപ്പൊ ബൈബിൾ പരസ്പരം വിരുദ്ധമാണോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. 3-ാം നാൾ എന്ന പദത്തിന് ദൈവം വലിയ അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. 3-ാം നാൾ വിടുതലിന്റെ ദിവസത്തെ സൂചിപ്പിക്കാൻ പറയുകയാണ്. 3-ാം നാൾ ദൈവപ്രവൃത്തിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന പദമാണ്. 40 ദിനരാത്രങ്ങൾ യേശു അവൻ മരുഭൂമിയിൽ പിശാചിനോട് യുദ്ധം ചെയ്ത് അവൻ സ്വന്തം പരീക്ഷിക്കപ്പെട്ടവനായി തിരികെ വരുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് വായിച്ചാണ് ലൂക്കോസ് 4-ന്റെ 14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. എല്ലാവരും ഇവിടെ ഉണ്ടോ? സഹോദരിമാരെ, അച്ചായന്മാരെ, അച്ഛാ നമ്മുടെ കണക്ക് ശരിയാക്കുന്നുണ്ടോ? അപ്പൊ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അപ്പൊ യേശു ഗലീലയിലെ കനായിലെ കല്യാണത്തിനാണ് ചെന്നിരിക്കുന്നത്. അങ്ങനെയല്ലേ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത്? അപ്പൊ തീർച്ചയായും ഈ മരുഭൂമിയിലുള്ള 40 ദിവസത്തിന് ശേഷമായിരിക്കും കനായിൽ വന്നിരിക്കുന്നത്. ആയിരിക്കാം. നമ്മൾ ആ ദിവസത്തെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്: ഈ 3-ാം നാളിന് മുന്നിൽ ചില പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ വിടുതലിന്റെ ദൈവപ്രവൃത്തിയുടെ സമയം നമ്മുടെ മേൽ വെളിപ്പെടുന്നതിന് മുന്നേ നാം ചില ശോധനകളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്.
മൂന്നാം ദിനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് മുന്നമേ, ദൈവപ്രവൃത്തിയുടെ ഒരു കല നമുക്ക് അനുകൂലമായി വെളിപ്പെടുന്നതിന് മുന്നമേ നാം ചില കഷ്ടങ്ങളിലൂടെ, നഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. യോഹന്നാൻ സിംപ്ലായി ഇതിന്റെ ഇടയിലുള്ള എല്ലാ കാലഘട്ടങ്ങളെയും അവഗണിച്ചു. എന്തുകൊണ്ടാണ്? ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ കഷ്ടം അനുഭവിച്ച കാലഘട്ടങ്ങൾ നമ്മൾ മറക്കുന്ന ഒരു സമയമുണ്ട്. നമ്മൾ നിന്ദിക്കപ്പെട്ട ഒരു സമയം മറന്നുപോകുന്ന ഒരു സമയമുണ്ട്. നാം ത്യജിക്കപ്പെട്ട കാലഘട്ടം, അപമാനിക്കപ്പെട്ട കാലഘട്ടങ്ങളെയൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഏഴിൽ നിന്നും എടുത്തു മാറ്റുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞത്, അവൻ നിന്റെ കഷ്ടങ്ങളൊക്കെ ഒഴുകിപ്പോയ വെള്ളം പോലെ നീ മറക്കുമാറാവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടങ്ങളുടെയും അപമാനത്തിന്റെയും തിരസ്കരണങ്ങളുടെയും വേദനയുടെയും കാലഘട്ടത്തെ ഒക്കെ ദൈവം ഒരു ബ്രാക്കറ്റിന്റെ അകത്തിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് യോഹന്നാൻ എഴുതി, മൂന്നാം നാളിൽ തന്നെയാണ് യേശു വന്നത്. മൂന്നാം നാളിൽ തന്നെയാണ് ഗലീലയിലേക്ക് വന്നത്. മൂന്നാം നാളിൽ തന്നെയാണ്. ഒരബദ്ധവും പറ്റിയിട്ടില്ല. ഈ 2 ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസത്തിന്റെ ഇടയിലുള്ള കാലഘട്ടത്തെ യോഹന്നാൻ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ തകർച്ചയുടെയും ഈ പരാജയത്തിന്റെയും ഈ പരീക്ഷിക്കപ്പെടലിന്റെയും അപമാനത്തിന്റെയും തിരസ്കരണത്തിന്റെയും കാലഘട്ടങ്ങളെ മറികടന്നുകൊണ്ട് ദൈവത്തിന് നമുക്കൊരു ഉയർപ്പ് തരാൻ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് വേണ്ടി മൂന്നാം ദിനത്തെ ഒരുക്കുവാൻ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരു മൂന്നാമത്തെ ദിവസമുണ്ട്. നമുക്ക് വേണ്ടി ഒരു മൂന്നാം നാൾ ഒരുക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു മൂന്നാം നാൾ ഒരുക്കുകയാണ്. അപ്പൊ ഈ ഗലീലയിലേക്ക് യേശു കാനായിലെ കല്യാണത്തിൽ വരുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ വ്യക്തമായ പദ്ധതിയുണ്ട്. മത്തായി സുവിശേഷം 4:14 വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 4:14 വാക്യം. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പോ ഈ ഗലീലയെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ജാതികളുടെ ഗലീല. അപ്പൊ ഈ ഗലീലയിലേക്കാണല്ലോ യേശു വന്നത്, അല്ലെ? ഈ ഗലീലയിലെ കാനായിലെ കല്യാണത്തിൽ തന്നെയാണ് യേശു വന്നത്. സ്തോത്രം. ആന്റി പ്രൈസറോൾ. അപ്പൊ നമ്മളിപ്പോ ഗലീലയിലെത്തിയിരിക്കുക. ഗലീലയിലെ കാനാവിലെ കല്യാണത്തില് യേശു വരുന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ഇരുട്ടിലിരിക്കുന്ന ഒരു ജനത്തിന് പ്രകാശമാകാൻ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായി. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് പ്രകാശമാക്കാൻ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായി. അവൻ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം, മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വലിയൊരു വെളിച്ചം കണ്ടു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതിന്റെ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് യേശു ഗലീലയിലേക്ക് വന്നത്. അപ്പൊ കാനായിലെ കല്യാണത്തിന് യേശുവിന് എത്ര പേര് കല്യാണം വിളിച്ചിട്ടുണ്ടാവും? ഇപ്പൊ നിങ്ങളൊരു വാർഡ് മെമ്പറായി തീരുക എന്ന് കരുതുക. വാർഡ് മെമ്പർമാരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഇല്ല. ഒരു വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ എത്ര കല്യാണം ആ വാർഡിൽ വിളി വരും, ഇല്ലേ ആന്റി? എല്ലാത്തിനും നമുക്ക് പോകാൻ പറ്റും? പറ്റത്തില്ല. അപ്പൊ യേശുവിനെ എത്ര പേര് കല്യാണം വിളിച്ചു? ഈ കല്യാണത്തിൽ മാത്രമാണ് വിളിച്ചുള്ളൂ. പക്ഷെ ഈ കല്യാണത്തിൽ പോകാനുള്ള കാരണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് യേശു എന്തുകൊണ്ട് പോയി? ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് പ്രകാശമാക്കാൻ യേശുവിന്, ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ മരണത്തിന്റെ താഴ്വരയിൽ ഇരിക്കുന്ന ജനം പ്രകാശം കാണണമെന്ന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടി ഒരു പ്രകാശം വെളിപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരത്ഭുതം വെളിപ്പെടുത്തുവാൻ കർത്താവ് ഗലീലയിലെ കാനായിലെ കല്യാണത്തിലേക്ക് കല്യാണങ്ങൾ വിളിക്കപ്പെട്ടതാണ്. യേശു 30 വർഷം ജീവിക്കുന്നതിനിടയിൽ എത്രയോ കല്യാണ സദ്യക്ക് വിളിച്ചിട്ടുണ്ടാവും, എത്രയോ കല്യാണത്തിന് വിരുന്ന് പോയിട്ടുണ്ടാവും. സ്തോത്രം. ഹല്ലേലൂയ. കല്യാണത്തിന് പണ്ട് നമുക്കറിയാം, കല്യാണത്തിന് വിരുന്ന് കൊണ്ടുപോകുന്നത്, കല്യാണം വിളിക്കും, കല്യാണം വിളിച്ചിട്ട് പറയും വിരുന്നിന് പോകുന്നത് ഒരാളായിരിക്കും. ഇത് അങ്ങനെ അത്ര കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു, അല്ലെ? വിരുന്നിന് പോകുന്നത്, കാരണം ഈ വീട്ടിലുള്ള ഉത്തരവാദിത്തത്തിലാണ് വിരുന്നുകാരനെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഈ കല്യാണം നടത്തി പെണ്ണിന്റെ വീട്ടിൽ പോയി, പെണ്ണിന്റെ വീട്ടിൽ ചെറുക്കന്റെ വീട്ടിൽ, ഇതെല്ലാം ഒറ്റ ദിവസം സംഭവിക്കുന്ന കാര്യം. ഇന്ന് അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളരെ ദൂരെ നിന്ന് കല്യാണം നടക്കുന്നതുകൊണ്ട് ഇന്ന് അത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പോ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം വിളിച്ചപ്പോൾ
വിരുന്നിന് പോകാൻ നേരത്ത് ഓരോ മക്കൾക്കാണ് ഓരോ അവസരം തരുന്നത് കേട്ടോ അവര്. അപ്പൊ ഒരു കല്യാണത്തിന് വിളിച്ചപ്പോ എനിക്ക് അവസരം കിട്ടിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എന്നെ വിരുന്നിന് കൊണ്ടുപോകണം, എന്നെ വിരുന്നിന് കൊണ്ടുപോകണം, സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചു. അപ്പൊ ഈ വിരുന്ന്, ഇതുപോലെ എത്ര വിരുന്നുകള് സ്തോത്രം യേശുവിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കല്യാണത്തിന് യേശു പോകാനുള്ള കാരണം ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മൂന്നാം നാളിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ സമയത്ത് ദൈവം വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി, ദൈവമായിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടി, ദൈവമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടലിന് വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടും. സ്തോത്രം. ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് യേശു പോയി. സ്തോത്രം, ഹല്ലേലൂയ. അവിചാരിതമായി യേശു വന്നതല്ല. ഇന്ന് പകലിൽ ശ്രദ്ധിക്കാമോ? യേശു നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്നു, യേശു നമ്മെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശു നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. മൂന്നാം നാൾ വിടുതലിന്റെ പകലാണ്, മൂന്നാം നാൾ ഉയർപ്പിന്റെ ദിനമാണ്. ഹോശി എന്താണ് പറഞ്ഞത്? മൂന്നാം നാളിൽ ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും, മൂന്നാം നാളിൽ ഞാൻ അവരെ ജീവിപ്പിക്കും. ഇത് പകരം വിശ്വസിച്ചാട്ട് 2 നാളുകൾ നീ മുറിവേറ്റ് തകർന്ന് നിരാശനായി വേദന അനുഭവിച്ച് തിരസ്കരിക്കപ്പെട്ട് ജീവിതത്തിന്റെ മേഖലകളിൽ കിടന്നെങ്കിൽ നമ്മെ ഉയർപ്പിക്കാൻ ഒരു 3-ാം ദിനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മൂന്നാം നാളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു 3-ാം നാൾ ദൈവത്താൽ നമുക്ക് വേണ്ടി ഒരുങ്ങപ്പെടുന്നുണ്ട്. ഒരു 3-ാം നാൾ ദൈവത്താൽ ഒരുങ്ങപ്പെടുന്നുണ്ട്. ഒരു 3-ാം ദിവസം ദൈവത്താൽ നമുക്ക് വേണ്ടി ഒരുങ്ങപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള സഹോദരിമാരൊക്കെ ദൈവമാണോ ജീവിച്ചിരിക്കുന്നുണ്ട്? കരം കൊടുത്തിട്ടൊന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവർക്ക് 3-ാം നാൾ ഒരുങ്ങപ്പെടുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരു 3-ാം ദിവസം ഒരുക്കപ്പെടുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഒരുക്കപ്പെടുന്നുണ്ട്. മറഞ്ഞിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞില്ലേ, കൈ കൊടുത്തിട്ട് പറഞ്ഞേ, സ്തോത്രം, 3-ാം നാൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു 3-ാം നാൾ കർത്താവിനാൽ ഒരുക്കപ്പെടുന്നുണ്ട്. 3-ാം നാൾ അത്ഭുതത്തിന്റെ ദിവസമാണ്. മറഞ്ഞിരിക്കുന്നവരെ മറനീക്കി പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. നമ്മുടെ ശൂന്യതകളെ മാറ്റി നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഹോശേയ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചിങ്ങനെയായിരുന്നു, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ കടിച്ചു കീറിയിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 32-ന്റെ 39-ാം വാക്യം വായിച്ചാണ്. ആവർത്തനം 32-ന്റെ 39-ാം വാക്യം. ഞാനല്ലാതൊരു ദൈവമില്ല. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനാരുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യാൻ? തല്ലുന്നു, കൊല്ലുന്നു, മുറിവേൽപ്പിക്കുന്നു, പറിച്ചു കീറുന്നു. പക്ഷെ ഈ ദൈവം തന്നെയാണ് നമ്മെ രക്ഷിക്കുന്നത്. ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം നമ്മുടെ മേൽ മുഖം വെച്ച് കഴിഞ്ഞാൽ ഈ മുഖത്തെ പൊട്ടിക്കുന്ന ഏതെങ്കിലും ശക്തിയുണ്ടോ? ദൈവം നമുക്കെതിരായി നിന്നു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഒരാൾക്കും കഴിയത്തില്ല, ഒരു ഡോക്ടറിനും കഴിയത്തില്ല. ഡോക്ടർമാരൊക്കെ നമ്മുടെ മുമ്പിൽ കൈമറന്നു, അവർ പറയും, അയ്യോ സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. അപ്പൊ ദൈവത്തിൽ നിന്നും മുറിവേറ്റ് കഴിഞ്ഞാൽ സൗഖ്യമാക്കേണ്ടത് ദൈവം തന്നെ. ദൈവത്തിൽ നിന്ന് നമ്മൾ അടിയേറ്റ് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് ദൈവത്താൽ തന്നെയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചാട്ട് നമ്മൾ എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും പറിച്ചു കീറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നമ്മളെ ഒന്നും ഓടിയിട്ട് കാര്യമില്ല. ചിലർ ചിന്തിക്കുന്നത് ഈ പാസ്റ്റർ അടുക്കൽ നിന്ന്, ഒരു പാസ്റ്റർ അടുത്ത് നിന്ന് അടുത്ത പാസ്റ്റർ അടുത്തേക്ക് പോയ പ്രശ്നം തീരുമെന്ന. അങ്ങനെ തീരത്തില്ല കേട്ടോ. പക്ഷെ ദൈവത്തിലേക്ക് തിരിഞ്ഞ പ്രശ്നം തീരും. അപ്പോൾ നിങ്ങൾ ഈ പാസ്റ്ററും സഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരും. എങ്ങനെ? ദൈവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ദൈവം ജീവിപ്പിച്ച് നമ്മെ അനുഗ്രഹമാക്കി, നമ്മൾ ഫലപുഷ്ടിയുള്ള ഒരു വ്യക്തിയാക്കി ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും.
സ്തോത്രം. ഇവിടെയുള്ള സഭകളൊക്കെ നിലനിൽക്കുന്നത് സ്തോത്രം നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാർ ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ഒരു ദേശത്ത് ഒരു സഭ നിലനിൽക്കുന്നത് അവൻ സഭയ്ക്കെതിരെ നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ, അദൃശ്യ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികൾ സഭയ്ക്കെതിരെ നിൽക്കുന്നുണ്ട്. സഭകളെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് പലപ്പോഴും പദ്ധതി ഒരുക്കുന്നുണ്ട്. അതിനെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നല്ലൊരു ബിൽഡിംഗ് ഇവിടെ ഒരുക്കി എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയത് കൊണ്ട് ശാന്തമായിട്ടില്ല അന്തരീക്ഷം. ഓരോ ദിവസവും വെല്ലുവിളികൾ പിശാച് ഉയർത്തുകയാണ്. അവൻ എന്നുവരെ ഉയർത്തും? അവൻ അവസാനത്തിൽ പിടിച്ച് ചങ്ങലക്കിടുന്നത് വരെയും അവൻ പോരാടിക്കൊണ്ടേയിരിക്കും. ദൈവജനത്തെ മന്ദീഭവിപ്പിക്കുവാൻ, ഉണർവിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുവാൻ, ആത്മീകമായ മന്ദീഭവനം വിട്ട് ജീവിതത്തെ വലിഞ്ഞു കൊടുക്കാൻ പിശാച് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ എങ്ങനെയാ മറികടക്കുന്നത്? ഇതിനെ മറികടക്കാൻ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള പുറമേ അറിയത്തില്ലായിരിക്കും. സ്തോത്രം. ഒരു പക്ഷേ മറ്റു വിശ്വാസികൾക്ക് അത് മനസ്സിലാകത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ ഉപയോഗിച്ച് ദൈവത്തിന്റെ സഭയെ അവൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക. അപ്പൊ ദൈവത്തിന്റെ സഭ പണിയപ്പെടാൻ വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് പുറമേ മനസ്സിലാക്കണമെന്നില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ നെടുന്തൂണുകൾ ആരാണെന്ന് നമുക്ക് പുറമേ മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാകുമ്പോൾ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നാം മറ്റുള്ളിടത്തേക്ക് ഓടുന്നതിന് പകരം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം നിങ്ങളൊരു അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നിങ്ങളൊരു അനുഗ്രഹമാക്കി മാറ്റും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. അപ്പോൾ പ്രശ്നം നേരിട്ടാൽ, മുറിവേറ്റാൽ, സ്തോത്രം, പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ പിശാച് കെട്ടിയ കെട്ട് അഴിച്ചു മാറ്റാൻ എളുപ്പം. കേൾക്കുന്നുണ്ടോ? മനുഷ്യൻ കെട്ടിയ കെട്ട് അഴിച്ചു മാറ്റാൻ എളുപ്പം. പക്ഷെ ദൈവം കെട്ടിയ കെട്ട് അഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം തന്നെ അഴിക്കണം. ദൈവം തന്നെ അഴിക്കണം. സ്തോത്രം. ഇപ്പൊ ഒരു ഭൂതത്തെ പുറത്താക്കുമ്പോൾ ഭൂതങ്ങൾ കെട്ടിയിരിക്കുന്ന ഭൂതത്തിന്റെ കെട്ടിനെ പൊട്ടിക്കാൻ എളുപ്പമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവം അയച്ചിട്ട് തിരാൻ പോകുന്നവരുണ്ടോ? ഉണ്ടോ? ദൈവസഭക്കാരെന്നോട് അന്ന് പറഞ്ഞേ, ദൈവം അയച്ചിട്ട് ദുരാത്മാവ് വരുവോ? എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവം അയച്ചിട്ട് ശൗലിന്റെ മേൽ ഒരു ദുരാത്മാവ് വന്നു. അപ്പൊ ദൈവം അയച്ചിട്ട് വന്ന ദുരാത്മാവ് അഭിഷേകമുള്ള കിന്നരം വായിക്കുന്ന ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ഈ ദുരാത്മാവ് വിട്ടുമാറി. അപ്പൊ ദൈവം അയച്ചിട്ട് വരുന്ന പ്രശ്നം ദൈവത്തിന്റെ അഭിഷേകത്താലേ ക്രമീകരിക്കപ്പെടുകയുള്ളൂ. ദൈവം അനുവദിച്ചിട്ട് വരുന്ന വെല്ലുവിളി ദൈവത്താൽ മാത്രമേ പരിഹരിക്കപ്പെടുന്നുള്ളൂ. ഇത് പറഞ്ഞ് ശ്രദ്ധിച്ചാട്ട്, ദൈവം അനുവദിച്ചിട്ടാണ് ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുന്നതെങ്കിൽ, ദൈവത്താലാണ് ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കേണ്ടി വന്നതെങ്കിൽ, ദൈവം തന്നെ അതിന് പരിഹാരമുണ്ട്. ദൈവത്താൽ അതിനൊരു സമയമുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ മൂന്നാം നാൾ. നിങ്ങൾ തലമുറകളെ ചൊല്ലി നിലവിളിക്കുന്നവരോട് ദൈവത്തിന് പറയാനുള്ളത്, ഒരു മൂന്നാം നാൾ അവന് വേണ്ടി ഒരുക്കുന്നുണ്ട്. അവൻ സ്വന്തം അവരുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു മൂന്നാം നാൾ നിന്റെ ഭവനത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരു മൂന്നാം നാൾ ഒരുക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ദൈവം നിന്നെ ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 ദിനങ്ങൾക്കപ്പുറമായി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൂന്നാം നാൾ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്ന സമയമാണ്. അപ്പൊ പിശാച് തനിക്ക് ബോധിച്ചവണ്ണം ആരെങ്കിലും ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പുറത്താക്കാൻ എളുപ്പം. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ആ വ്യക്തി തന്നെ സ്വതവേ ചിന്തിച്ച് ഈ പ്രതികൂലത്തോട് എതിർത്താൽ അത് വിട്ടുപോകും, വളരെ വേഗത്തിൽ വിട്ടുപോകും. പക്ഷെ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ എത്ര വലിയ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും പരിഹരിക്കപ്പെടത്തില്ല. പക്ഷെ നിനക്ക് വേണ്ടി ഒരുങ്ങുന്ന മൂന്നാം ദിനം, ആ വിടുതലിന്റെ ദിവസമെന്ന് തിരിച്ചറിഞ്ഞ്, ഈ മൂന്നാം ദിനം ഉണർവിന്റെ ദിവസമെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു സമയമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മുന്നേറുമ്പോൾ നിന്റെ പ്രതികൂലങ്ങൾ കർത്താവിന്റെ നാമത്തിൽ മാറാൻ പോവുകയാണ്. മൂന്നാം നാൾ നമുക്ക് വേണ്ടി കർത്താവ്
ഈ മരിച്ച ലാസറിന്റെ കല്ലറയ്ക്കകത്ത് യേശു എന്നാ വന്നത്? മൂന്നാം നാൾ ആണോ? നാലാം നാളാണോ? ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. Praise the Lord. Hallelujah. നാലാം നാളിൽ അല്ലേ? സ്തോത്രം. അപ്പൊ ഇവിടെ 4-ാമത്തെ ദിവസമാണെങ്കിലും ലാസറിനെ സംബന്ധിച്ച് 3-ാം നാളാണ്, ഉയർപ്പിന്റെ നാളാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ സമയം 4, 5, 6 കഴിഞ്ഞിട്ടുണ്ടാവും. വിഷമിക്കരുത്. വിടുതലിന്റെ 3-ാം ദിനം വരുന്നുണ്ട്. ഉയർപ്പിന്റെ 3-ാം ദിനം വരുന്നുണ്ട്. സ്തോത്രം. ദൈവം സൗഖ്യമാക്കുന്ന 3-ാം ദിനം വരുന്നുണ്ട്. ദൈവത്താൽ വിടുതൽ വരുന്ന 3-ാം ദിവസം വരുന്നുണ്ട്. അപ്പൊ 3-ാം ദിവസം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ 1, 2, 3 എണ്ണണ്ട. വിടുതൽ വരുന്ന 3-ാമത്തെ ദിവസം, വിടുതലിന്റെ ഉയർപ്പിന്റെ 3-ാം ദിവസം. ശേഷു കല്ലറയ്ക്കകത്തിരുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു കണക്കുകളുടെ പുറത്തല്ല, കൃത്യമായ കണക്കുകളുടെ പുറത്താണ്. സ്തോത്രം. അപ്പൊ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന 3-ാം ദിനം ഉണ്ടെന്ന് ഈ പകലിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാ ഈ മുറിവേറ്റത്, എന്തുകൊണ്ടാ കർത്താവിനാൽ തകർക്കപ്പെട്ടത്, ഇതറിഞ്ഞാലേ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടത്തുള്ളൂ. അല്ലേ? കർത്താവ് തന്നെ വേണ്ടി പ്രശ്നം പരിഹരിക്കുക. അപ്പൊ കർത്താവ് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മൾ അത് തിരിച്ചറിയണം. തിരിച്ചറിയാതെ പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. നമ്മളിപ്പോ നമ്മുടെ പേരിലുള്ള ഒരു കാറ് വിൽക്കാൻ തീരുമാനിച്ചാൽ അല്ലേ, ഈ കാറിന്റെ യാത്രക്കിടയിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതും, സിഗ്നൽ തെറ്റിച്ചതും, നോ പാർക്കിംഗ് ആയി കിടന്നതും, ഇതൊക്കെ അവിടെ ഫൈനായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവര് നമുക്ക് എപ്പോഴും റിപ്പോർട്ടൊന്നും തരില്ല. നമുക്കറിയാം അവരെ പിടിക്കാൻ ഒരു ദിവസം ഉണ്ടെന്ന് അവർക്കും അറിയാം. എപ്പോഴാ ഈ വണ്ടി സംബന്ധമായി, വാഹനരേഖ സംബന്ധമായി എന്തെങ്കിലും വിഷയത്തിൽ ചെല്ലുമ്പോൾ ഇവര് പിടിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ വസ്തു വിൽക്കുമ്പോൾ പോലും പിടിക്കാനുള്ള നിയമങ്ങളാണ് അവർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആധാറുമായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. വസ്തു വിൽക്കാൻ ചെന്നാലും ഈ പൈസ പിടിക്കും. അങ്ങനെ നമ്മൾ പിടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഈ വണ്ടി ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുകയാണ്. ഈ പേപ്പേഴ്സ് മുന്നോട്ട് നീങ്ങുന്നില്ല. നോക്കിയപ്പോൾ കുറെ ഫൈനുകൾ കിടക്കുകയാണ്. 1 രൂപ ഫൈൻ ഉണ്ടെങ്കിലും ഈ ഫൈൻ അടച്ച് പേപ്പർ ക്രമീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫൈൻ നമ്മുടെ വണ്ടിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്രമീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്തത് എന്നറിയണം. അല്ലെ? എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നറിയണം. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നറിയണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചെന്നറിയണം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഹോശേയ പ്രവചന പുസ്തകത്തിൽ തന്നെ നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മള് ആമേൻ, അതിന്റെ 6-ന്റെ 1-ാം വാക്യമായിരുന്നു നമ്മൾ ആദ്യമേ വായിച്ചത്. നമ്മൾ ഇനി ഹോശേയ പ്രവചന പുസ്തകം 14-ന്റെ 1 മുതൽ ഒന്ന് വായിച്ചാട്ട്. 14-ന്റെ 1 മുതൽ നീ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലണം. അപ്പൊ മടങ്ങി ചെല്ലുക എന്നുള്ള പദത്തിൽ തന്നെ അവിടുത്തെ പ്രശ്നം കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഇവർ അകന്നു പോയിരിക്കുകയാണ്. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് ഈ മുഴുവേറ്റത്? എന്തുകൊണ്ടാണ് ദൈവം അടിച്ചത്? എന്തുകൊണ്ടാണ് ദൈവം തകർത്തത്? എന്തുകൊണ്ടായിരുന്നു ആന്റി? ഇവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മുടെ പേപ്പേഴ്സ് മുമ്പോട്ട് ചലിക്കാത്തത്? ദൈവത്തിൽ നിന്ന് അകന്നുപോയത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നുപോയ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ദൈവത്തിലേക്ക് അടുത്തു വരണം. ദൈവത്തിലേക്ക് അടുത്തു വരണം എങ്ങനെയാണ്? അതിനുവേണ്ടിയിട്ടാണ് ഈ പാസ്റ്റർമാരുടെ ഇടയ്ക്കിടയ്ക്ക് ഉപവാസം പോയിരിക്കുന്നത്. സത്യത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കി, വേറെ എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഹല്ലേലൂയ. ഇനി സുവിശേഷകർക്കൊക്കെ എപ്പോഴും മാന്യതയാണോ? അല്ല, മാന്യതയില്ലാത്ത ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. സ്തോത്രം.
നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ പാസ്റ്ററിനെ വളരെ ബഹുമാനത്തോടെ കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി സ്തോത്രം. പക്ഷെ അങ്ങനെ മാന്യതയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ അപമാനിക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു സുവിശേഷം പറയുന്ന വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഇൻകം ടാക്സ് ഓഫീസിൽ വളരെ ഉന്നതമായ സ്ഥാനത്തിൽ നിന്നൊരു വ്യക്തി, റിട്ടയർ ആയ വ്യക്തിയാണ്. ഞാൻ ആ വീട്ടിലേക്ക്, അവിടുത്തെ ആന്റി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഈ മനുഷ്യൻ കണ്ണു കുടിച്ച് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു വശപ്പശകായിട്ടിരിക്കുക. ഇയാൾ കുറേ തെറി പറയാൻ തുടങ്ങി. എന്തിനാണോ എന്റെ വീട്ടിൽ കയറിയത് എന്നൊക്കെ പറഞ്ഞ് കുറേ തെറി പറഞ്ഞു. അപ്പൊ ഈ തെറിയൊക്കെ നമ്മൾ കേൾക്കേണ്ടതെന്ന് എന്തുകൊണ്ട് അച്ചായോ? സുവിശേഷകനായതുകൊണ്ട്. അപ്പൊ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഒത്തിരി അപമാനം സഹിക്കേണ്ടി വരിക. ഇനി നിങ്ങൾ എത്ര ചിരിച്ചാലും, നിങ്ങൾ സന്തോഷത്തോടെ ഭാഷ കൈക്കൊണ്ടാലും, നമുക്കെതിരെ നിൽക്കുന്ന പിശാച് ഈ പാസ്റ്ററിനെ ഉപദ്രവിച്ചുകൊണ്ടേ. അങ്ങനെ കാര്യം നിങ്ങൾ ആർക്കറിയാമോ? നിങ്ങൾ സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെങ്കിലും നിങ്ങളുടെ നന്മകൾക്കെതിരെ നിൽക്കുന്ന പിശാച്, ഉയർച്ചകൾക്കെതിരെ നിൽക്കുന്ന പിശാച് ഈ പാസ്റ്ററിനെതിരെ വിദ്വേഷമായിരിക്കും. പാസ്റ്ററിനെ കുടുംബത്തെ ഒന്ന് തകർക്കണം, അവരുടെ സമ്പത്തിനെ പിടിച്ചു വെക്കണം, അവരെ രോഗിയാക്കണം, അവരുടെ ജീവിതത്തെ തകർക്കണം എന്നുള്ള വലിയ വാശിയോടെ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടാ? ഈ ദൈവത്തിന്റെ വിടുതൽ ഒരു കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി, ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വിടുതൽ കൊടുക്കാൻ വേണ്ടി അവൻ ദൈവത്തിനു വേണ്ടി മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ മുറിവേൽക്കുന്ന അനുഭവങ്ങളുണ്ട്, തിരസ്കരിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന്റെ നടുവിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടത്തുമ്പോൾ ഇതൊരു അത്ര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉല്ലാസത്തിനോടനുബന്ധിച്ചല്ല ചെയ്യുന്നത്. ഇത് വളരെ ബലമുടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് വളരെ വിലമുടക്കുന്ന ഒരു പ്രക്രിയ. ഈ പ്രക്രിയ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ദൈവം നമുക്ക് ഓരോ നിമിഷവും അവസരം തരിക, ഓരോ ദിവസവും ഓരോ മണിക്കൂർ അവസരം തരിക, ഓരോ പ്രാർത്ഥനകൾ നമുക്ക് അവസരം തരിക. ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് ഒരു കർത്തൃമേശ ശുശ്രൂഷയിലേക്കൊക്കെ സഭയെ മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾ ഇതിനെ നിസ്സാരമായി കാണരുത്. നമുക്കൊരു മടങ്ങി വരാൻ ദൈവം അവസരം തരിക. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആ വാക്യം വായിച്ചേ, 14 വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരണം. അപ്പൊ ദൈവം നമ്മളെ ജീവിപ്പിക്കണം. ഇന്ന് പകലിൽ നാം മടങ്ങി വന്നേ മതിയാകും. നമ്മൾ മടങ്ങി വരണം. അപ്പൊ നമ്മൾ എവിടെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ മടങ്ങാൻ പറ്റത്തുള്ളൂ. എവിടെ നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ഒരു തവണ ഇവിടെ വന്നപ്പോ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പീരുമേട് മാപ്പിലിട്ടു. പീരുമേടിന്റെ കൂടെ അവർ വേറെ ഒരു സ്ഥലം കൂടെ മാപ്പിൽ രേഖപ്പെടുത്തി. ഞാൻ ശ്രദ്ധിച്ചില്ല. നേരെ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകണം. കാരണം ധൃതി പിടിച്ച വന്നത്. അതുകൊണ്ട് ഈ സ്ഥലം ശ്രദ്ധിക്കുന്ന മാപ്പിൽ മാത്രം എന്ന് പറഞ്ഞാൽ മാപ്പില് പൂർണ്ണമായ ടെൻഷൻ കൊടുത്തിരിക്കുക. പിന്നെ താമസിച്ച് വന്നാൽ ഞാൻ വീണ്ടും 10-15 മിനിറ്റ് എന്റെ വീണ്ടും പോയി. അപ്പൊ നമ്മൾ എവിടെ തെറ്റിപ്പോയെന്ന് തിരിച്ചറിഞ്ഞ് വണ്ടി തിരിച്ച് വന്നാൽ മാത്രമേ ഞാൻ ഈ ലൊക്കേഷനിൽ എത്തത്തുള്ളൂ. നിങ്ങള് സമീപാസനെ കാത്തിരിക്കും. ഞാൻ ഈ ഇരുവേണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാണ്. അവസാനം 1:30-2 മണിയാകുമ്പോൾ ഇവിടെ വന്ന് പ്രയോജനമുണ്ടോ? അപ്പൊ നമ്മൾ എവിടെ തെറ്റി എന്നതിൽ നിന്നും തിരികെ നടക്കണം. പക്ഷെ നമ്മൾ പറയാം, അങ്ങനെ തിരികെ ഒന്നും എനിക്ക് പോകാൻ മനസ്സില്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്നെ ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്തിക്കുമോ? എത്തിക്കത്തില്ല. നമ്മൾ തിരികെ പോന്നേ മതിയാകുള്ളൂ. എവിടെയാണോ തെറ്റിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പുറകോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ്, തിരികെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. നിന്റെ അകത്യമല്ലോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം. നിന്റെ അകത്യ നിമിത്തമല്ല ദൈവം നിന്നെ മുറിവേൽപ്പിച്ചത്. നിന്റെ അകത്യ നിമിത്തമാ ദൈവം നിന്നെ തകർത്ത് കളഞ്ഞത്. നിന്റെ അകത്യ നിമിത്തമാ ദൈവത്തിന്റെ കരം പ്രതികൂലമായി തീർന്നത്. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. വായിച്ചുകൊണ്ട് നിന്റെ അകത്തിൽ നിമിത്തം
നീ വീണിരിക്കുന്നു. ഓക്കെ, അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട്, സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരമായ കാളകളെ അർപ്പിക്കും. സ്തോത്രം. അപ്പോൾ തുടർന്ന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അനുതാപ വാക്യങ്ങളോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. എങ്ങനെ മടങ്ങി വരണം? അനുതാപവാക്യങ്ങളോടെ. അനുതാപവാക്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മള് ഈ കർമ്മമേശയ്ക്ക് മുമ്പ് ക്ഷമ ചോദിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? സ്തോത്രം. ചില സഭകളില് സാക്ഷ്യത്തിന്റെ സമയത്ത് ക്ഷമ ചോദിക്കും. എങ്ങനെയാ ക്ഷമ ചോദിക്കുന്നത് അറിയാമോ? എന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇച്ചിരി മുമ്പ് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ് ശ്രദ്ധിച്ചാലോ, എന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം, അത് നിങ്ങൾ ക്ഷമിക്കണം. സ്തോത്രം. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുതാപമാണ് അച്ചായോ. അച്ചായൻ എന്നോട് വഴക്കുണ്ടാക്കി. അച്ചായൻ വഴക്കുണ്ടാക്കിയിട്ട് അച്ചായൻ എന്നോട് പറയാം, അങ്ങനെ പാസ്റ്ററിന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, എങ്ങനെ എന്റെ വാക്കും പ്രവൃത്തിയും പാസ്റ്ററിന് വിഷമമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പാസ്റ്ററിനെ ക്ഷമിച്ചേരെ എന്ന് പറയുന്നതല്ല അനുതാപം. അനുതാപ വാക്യത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ, എന്റെ ദൈവമേ, ഞാൻ ഇന്ന കാര്യം ചെയ്തത് നിനക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇന്ന കാര്യം ചെയ്തത് തെറ്റായിപ്പോയി, അതെന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്ന കാര്യം പ്രവർത്തിച്ചത് തെറ്റായിപ്പോയി, അതെന്നോട് ക്ഷമിക്കണമേ എന്ന അനുതാപ വാക്യത്തോടെ നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പൊ പല സഭകളുടെയും കർത്തൃമേശയ്ക്ക് മുമ്പുള്ള സാക്ഷ്യത്തിൽ എങ്ങനെയാണ് കേൾക്കുന്നത്? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ തോന്നലിനെ ഓർത്തിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. ഇതുവരെ ഈ അച്ചായനും അമ്മാമയൊന്നും തെറ്റ് സമ്മതിക്കുന്നേയില്ല, അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടത്തില്ല. അനുതാപ വാക്യം അനുതാപത്തോടെ വാസ്തവമായും തെറ്റിപ്പോയെന്ന് സമ്മതിച്ചുകൊണ്ട്, വീണുപോയെന്ന് സമ്മതിച്ചുകൊണ്ട്, ഇന്ന കാര്യം ഞാൻ ചെയ്ത് തെറ്റെന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അനുതാപ വാക്യത്തോടെ അടുത്തു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ഇന്ന് പകലിൽ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ മൂന്നാം നാൾ എന്ന് പറഞ്ഞാൽ കൃത്യതയുള്ള ഒരു ദിവസമല്ല, അത് വേണമെങ്കിൽ ഇന്നായേക്കാം. നമ്മൾ അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ മൂന്നാം നാൾ എന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഇന്നായേക്കാം. എപ്പോൾ നമ്മൾ അനുതാപ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അനുതാപ വാക്യങ്ങളോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകലിൽ മൂന്നാം നാൾ ഒരുക്കി തരും. ഈ മൂന്നാം നാള് എന്ത് വേണമെങ്കിലും ദൈവത്തിന് ഒരുക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും നിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്ത് വേണമെങ്കിലും നിന്റെ കുടുംബത്തെ പണിയാൻ പറ്റും. എന്ത് വേണമെങ്കിലും നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റാൻ പറ്റും. എന്ത് വേണമെങ്കിലും നിന്റെ മുടങ്ങിക്കിടക്കുന്ന നന്മയെ കരത്തിൽ തരാൻ പറ്റും. എന്ത് വേണമെങ്കിലും നിന്റെ ഭാവി മണ്ഡലത്തെ ഉയർത്താൻ പറ്റും. ഈ മൂന്നാം നാൾ നിങ്ങളുടെ കയ്യിലിരിക്കുക. സ്വതന്ത്രം ചെയ്യാമോ? ഈ മൂന്നാം നാൾ ഫിക്സഡ് അല്ല. എന്ന് വേണമെങ്കിൽ ഈ മൂന്നാം നാളത്തെ തിരിക്കാൻ പറ്റും. നിനക്ക് തിരിക്കാൻ പറ്റും, പിടിച്ചു തിരിക്കാൻ പറ്റും. യാക്കോബിന്റെ ജീവിതമാണ് പറയുന്നത്. യാക്കോബ് ഇങ്ങനെ അമ്മായിപ്പനെ പറ്റിച്ചും ചേട്ടനെ പറ്റിച്ചും ഇങ്ങനെ മുന്നോട്ട് കുറെ കാലഘട്ടം പോയപ്പോൾ യാക്കോബിന് മനസ്സിലായി, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ നന്മയെല്ലാം കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ദൈവത്താളുടെ വാഗ്ദത്തമാണ് യാക്കോബിന്റെ മേൽ കിടക്കുന്നതെങ്കിലും ദൈവത്താളുടെ അനുഗ്രഹം മേൽ വന്നിട്ടില്ല. അപ്പനെ പറ്റിച്ച് ചേട്ടൻ ആ സ്ഥാനമെടുത്തെങ്കിലും അമ്മായപ്പനെ പറ്റിച്ച് നന്മകൾ കൈവശമാക്കിയെങ്കിലും ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ യാക്കോബ് തന്റെ ആടുമാടുകളെ മാറ്റി നിർത്തി, ഭാര്യമാരെ മാറ്റി നിർത്തി, ദാസീദാസന്മാരെ മാറ്റി നിർത്തി, മക്കളെ മാറ്റി നിർത്തി യാക്കോബിന്റെ കടവിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി, യാക്കോബിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട മൂന്നാം ദിവസം ഇതാണ്. യാക്കോബിന് വേണ്ടി വെളിപ്പെടേണ്ട മൂന്നാം ദിവസം ഇതാണ്. ഇതാണ് മൂന്നാം നാൾ. യാക്കോബിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റുവാൻ, അവന്റെ പേരിനെ മാറ്റുവാൻ, അവന്റെ വാഗ്ദത്തങ്ങളെ മാറ്റിയെടുക്കുവാൻ, അവന്റെ ജീവിതത്തിൽ ഉണർവിനെ കൊണ്ടുവരുവാൻ, അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന മൂന്നാം നാൾ ദൈവം ഉയരത്തിൽ നിന്ന് ഇറക്കി കൊടുത്തു. എങ്ങനെയാണ് ഇറക്കി കൊടുത്തത്? ഒരു ദൂതൻ അവന്റെ മുമ്പിലേക്ക് അയച്ചു.
ദൂതൻ അയച്ചപ്പോഴല്ല ഭാര്യയെ മാറ്റിയത്, ദൂതൻ വന്നപ്പോഴല്ല ആടുപാടുകളെ മാറ്റിയത്, ദൂതൻ വന്നപ്പോഴല്ല ഒറ്റയ്ക്ക് നിന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയപ്പോൾ ദൂതൻ ഇറങ്ങാൻ തുടങ്ങി. ഇതുപോലെ ദൈവം എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? നീ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോ, ദൈവത്തിനോട് അടുത്ത് ചെല്ലുവാൻ സമർപ്പിക്കപ്പെടുമ്പോ, മറ്റെല്ലാത്തിനെയും മാറ്റി നിർത്തി അനുതാപ ഹൃദയത്തോട് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, ആമേൻ സ്തോത്രം, ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നിനക്കൊരു മൂന്നാം നാളിന്റെ വിടുതൽ ഒരുക്കാൻ പോവുകയാണ്. യാബോക്കിന്റെ കടവിൽ യാക്കോബ് ഒറ്റയ്ക്ക് നിന്നപ്പോൾ ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് ദൂതനോട് അവൻ മല്ല് പിടിക്കാൻ തുടങ്ങി. മല്ല് പിടിച്ച് രാവിലെ വരെ മല്ല് പിടിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, നേരം വെളുക്കാറായി, ഇനി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഇനിയും എനിക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല, നിന്നോടുള്ള മൽപ്പിടുത്തം അവസാനിപ്പിക്കേണ്ട സമയമായി, എനിക്ക് പോയേ പറ്റുകയുള്ളൂ, എനിക്ക് പോകണം. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, എന്റെ സ്ഥിതി മാറ്റിയിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇതുപോലെ എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു മൂന്നാം നാളിന്റെ വിടുതലിന് വേണ്ടി, ഒരു ഉയർപ്പിന്റെ പകലിന് വേണ്ടി, ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടേണ്ട ഒരു പകലിന് വേണ്ടി എത്ര പേർ ഈ പകലിൽ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ട്? കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം, ഈ ഡിസംബർ മാസം 29-ാം തീയതി എന്റെ സ്ഥിതി ഒന്ന് മാറ്റണം. 2024 ഞാൻ അനുഗ്രഹത്തിലേക്ക് എനിക്ക് പ്രവേശിച്ച മതിയാകത്തുള്ളൂ, എന്റെ പേരൊന്ന് മാറ്റിയേ മതിയാകത്തുള്ളൂ, എന്റെ സ്ഥിതി ഒന്ന് മാറ്റിയേ മതിയാകത്തുള്ളൂ. എനിക്ക് വേണ്ടി ഒരു മൂന്നാം നാൾ ദൈവം ഇവിടുന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാണ്? അപ്പൊ യാക്കോബിന്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ആരാകെ മാറി. അപ്പൊ ഇതാരാ ഇതിന്റെ മുന്നിൽ നിന്നെ? ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നിൽ നിന്ന വ്യക്തി ആരാണ്? യാക്കോബ് തന്നെ അല്ലെ? യാക്കോബ് തന്നെയാണ്. പ്രശ്നം യാക്കോബിനെതിരെ വന്നു. എന്താ പ്രശ്നം? തന്റെ സഹോദരനായ ഏശാവ് പുറപ്പെട്ടു വന്നിരിക്കുകയാണ്. ഏശാവിന്റെ മുഖം കാണാൻ വേണ്ടി വാട്സപ്പ് കോളിൽ വിളിച്ചു, വീഡിയോ കോളിൽ. അപ്പൊ വാട്സപ്പ് കോൾ വിളിച്ചപ്പോൾ ഏശാവ് ചേട്ടന്റെ മുഖം വാടിയിരിക്കുകയാണ്. ഏശാവിന്റെ മുഖം ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലെ, നമ്മളങ്ങനെ വാട്സപ്പിൽ ആരും വിളിക്കാറില്ല. ഇപ്പൊ ഇവിടെ ആരും നിങ്ങളുടെ ചേട്ടന്മാരെയും അനിയന്മാരെയും ചേട്ടിമാരെയും അമ്മമാരെയും മക്കളെയൊന്നും വിളിക്കാറില്ലേ? അപ്പൊ വിളിച്ചപ്പോ മുഖം വാടിയിരിക്കുന്നതായി കണ്ടു. യാക്കോബിന് മനസ്സിലായി ഇത് പ്രശ്നം ഗൗരവമാണ്. ഏശാവ് ഇവിടം വരെ എത്തിക്കഴിഞ്ഞ പ്രശ്നമാണ്. ഏശാവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏശാവ് അങ്ങനെ ശിശുവായിട്ടിരിക്കുകയല്ല, അവൻ പ്രബലപ്പെട്ടിരിക്കുകയാണ്. ഏശാവ് ശക്തിപ്പെട്ടിരിക്കുകയാണ്. അവൻ ഇവിടം വരെ എത്തിയാൽ പ്രശ്നം ഗുരുതരമെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് അവൻ തിരിഞ്ഞു. ഇന്ന് പകരം നിന്റെ പ്രശ്നത്തിന്റെ അലയൊടി അങ്ങ് ദൂരെ കേൾക്കുമ്പോഴേ ദൈവത്തിലേക്ക് തിരിയാൻ തയ്യാറാകട്ടെ. പ്രശ്നത്തിന്റെ ശബ്ദം ദൂരത്തിൽ നിന്ന് കേൾക്കുമ്പോഴേ ദൈവത്തിലേക്ക് തിരിയണം. ഇന്ന് പകരം ശ്രദ്ധിച്ചാട്ട് ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ദൈവത്തിലേക്ക് തിരിയുക. യാക്കോബിന് ഒരു കാര്യം മനസ്സിലായി, ഏശാവുമായിട്ട് മല്ല് പിടിച്ചുകൊണ്ട് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. താൻ എവിടെ പോയാലും ഏശാവ് പിന്തുടരും, എവിടെ പോയാലും ഏശാവ് പിന്തുടർന്ന് പിടിക്കും, എവിടെ പോയാലും ഏശാവിനാൽ അവൻ പീഡനം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് യാക്കോബ് ദൈവത്തിലേക്ക്. അപ്പൊ നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പ്രതികൂലത്തിലേക്ക് തിരിഞ്ഞൊന്നും ചെയ്യേണ്ട, ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. ദൈവത്തിലേക്ക് തിരിഞ്ഞ ഉടനെ തന്നെ ദൈവം രാത്രി സ്വപ്നത്തിൽ ഏശാവിനോട് സംസാരിച്ചു. എന്റെ ദാസനായ യാക്കോബിനോട് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കരുത്. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നീ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും. നീ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നിന്റെ പ്രശ്നത്തിന് വേണ്ടി ദൈവം ഇടപെടാൻ തുടങ്ങും. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരും. ഈ പകൽ എത്ര പേർ ദൈവത്തിലേക്ക് തിരിയാനിടയാകും? 2024 നമുക്ക് അനുഗ്രഹത്തിന്റെ വർഷമാണ്. 2024 പുതിയൊരു സ്ഥലമായി. നമ്മുടെ സ്ഥിതികളൊന്ന് മാറണം, നമ്മുടെ തലമുറകളുടെ സ്ഥിതി മാറണം, നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറണം, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഭേദം വരണം. എങ്ങനെ മാറും? നാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ചിലതിനോട് കൽപ്പിക്കും, ചില നിയമങ്ങളെ തിരുത്തും.
സ്തോത്രം. ഹല്ലേലൂയ. ചില നിയമങ്ങളെ ദൈവം തിരുത്തും കേട്ടോ. ദൈവത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നിയമങ്ങളെ തിരുത്തും. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അവയെ സ്തോത്രം. ഇതുവരെയും പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ ഒതുക്കി വെച്ചിരിക്കുന്ന പിശാച് നമ്മെ വിട്ടുമാറും. റേഷൻ കാർഡ് ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടല്ലേ? അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി? ഇല്ല, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. എന്റെ അറിവിൽ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര പണിയുള്ള ജോലിയാണ്. ഒത്തിരി ദിവസം ക്യൂ നിൽക്കണം, എന്നിട്ട് ഒരു തരത്തില്ല. ഇല്ലേ? നിങ്ങൾ റേഷൻ കാർഡ് ഉണ്ടാക്കിയ ഒരു ആരുമില്ല ഇവിടെ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി റേഷൻ കാർഡ് ഉണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടോ? അതിന്റെ പേര് വെട്ടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ 2000-ലായപ്പോൾ ഒരു പുതിയ നിയമം അവർ കൊണ്ടുവന്നു. കോവിഡ് വന്നപ്പോ അപേക്ഷിക്കുന്നവനൊക്കെ റേഷൻ കാർഡ്. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലിരുന്നുകൊണ്ട് റേഷൻ കാർഡ് മേടിച്ചു. സപ്ലൈ ഓഫീസിൽ പോയി ക്യൂ കേണ്ടി വന്നില്ല. പക്ഷെ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട് സപ്ലൈ ഓഫീസിൽ, അദ്ദേഹത്തിന് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് വേണ്ടി നിൽക്കേണ്ടി വന്നിട്ടില്ല. സ്വന്തം ഹല്ലേലൂയ. നിയമത്തെ ദൈവം അത് തിരുത്തി. വീട്ടിലിരുന്ന് മൊബൈലിലൂടെ ഞെക്കിയപ്പോഴേ റേഷൻ കാർഡ് എന്റെ കയ്യിൽ വന്നു. സ്വന്തം ശ്രദ്ധിച്ചാട്ട് ഇതുവരെ എന്റെ മക്കളുടെ പേര് ആഡ് ചെയ്യാനൊന്നും ഇതുവരെ ഞാൻ സിവിൽ സപ്ലൈ ഓഫീസിൽ പോയിട്ടില്ല. എല്ലാം വീട്ടിൽ നിന്നാ ചെയ്തത്. നിയമത്തെ ദൈവം തിരുത്തി. നിനക്ക് ഭാരമാകുന്ന നിയമത്തെ ദൈവം തിരുത്തും. നിനക്ക് വേദനയാകുന്ന നിയമത്തെ ദൈവം തിരുത്തും. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം നിയമങ്ങളെ തിരുത്തി, രേഖകളെ തിരുത്തി ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവമാണ്. ഇത് പകരം നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആമേൻ. സ്തോത്രം. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ദൈവം തിരുത്തും. ആമേൻ. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ദൈവം തിരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പകരം എത്ര പേർ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റും? അധനാ രഗച്ഛസ്യ റന്ദുൽ ഖമനവൈനി അൽഖേ രഗച്ഛസ്യ റന്ദല രഗച്ഛസ്യ. വീരിവറിസ് എന്ന അനുഭവത്തിൽ പറയുന്നുണ്ട് തന്റെ മക്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് തിരുത്തിയ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വീരിവറിസ് പറയുന്നുണ്ട് തനിക്കുണ്ടായ കുഞ്ഞ് ആണും പെണ്ണും കെട്ടതായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം സ്ഥിതി മാറ്റിയത്. ഇതിനുള്ളിൽ വിശ്വസിച്ചാട്ട് വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇതുവരെ വെളിപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വിടുതൽ വരേണ്ട ഏത് വിഷയമാണോ ആ വിഷയത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കരങ്ങളെ കാട്ടിയുള്ള ദൈവത്തെ ആരാധിച്ച് ആമേൻ ശബ്ദം ഉയർത്തി അതരം തുറന്ന് ദൈവത്തെ ആരാധിച്ച് ഈ പകലിൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. എനിക്ക് നിനക്ക് വേണ്ടി ഇടപെടും. എനിക്ക് നിനക്ക് വേണ്ടി ഇടപെടും. എന്റെ ദാസനായ യാക്കോബിനോട് ഈ ഗുണമാകട്ടെ, ദോഷമാകട്ടെ, ഒന്നും പ്രവർത്തിക്കരുത്. ഇതിനായി ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കും. ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു അച്ചായനുണ്ട് കേട്ടോ. ഈ അച്ചായന്റെ വീട്ടിൽ ഞാൻ 2 വർഷം മുമ്പ് 1.5 വർഷം മുമ്പ് പോയി. അച്ചായൻ വീട്ടിൽ കേറ്റിരിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ പിന്നെ നിർബന്ധിച്ച് അച്ചാവിന് വെച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന് മുള്ളുമേ നിർത്തുന്ന പോലെ അച്ചായൻ ഇറക്കി വിട്ടു. പക്ഷെ 2 മാസം മുമ്പ് ഒരു ദിവസം അച്ചായൻ 85 വയസ്സായ അച്ചായൻ നടക്കാൻ പറ്റാത്ത കാലുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ആ പ്രദേശത്തെല്ലാം എന്റെ വീട് അന്വേഷിച്ച് ആ അച്ചായൻ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ദൈവദാസനെ കാണണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അതെനിക്കൊരു ഭാരമായിരുന്നു. എന്റെ അകത്തൊരു വേദനയായിരുന്നു. അങ്ങനെ നടക്കാൻ പറ്റാത്ത കാലുമായി 85-കാരൻ അച്ചായനെ ദൈവം വീട്ടിലേക്ക് അയച്ചു. അച്ചായ വന്നപ്പോൾ 50 കിലോ അരി, കൂടെ 5000 രൂപയും. ഇന്ന് പകലിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണ്. ഭാഷമാർക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെന്ത് കാര്യം? പക്ഷെ നിങ്ങളുടെ പ്രശ്നത്തിൽ ദൈവം ഇടപെടും. നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരിക്കൽ റെയ്നാഡ് പോങ്കെ ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി കറക്റ്റ് രാജ്യത്തിന്റെ പേരെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ആ രാജ്യത്തിന് പോകാൻ വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് അവർ സുവിശേഷ വേല ചെയ്യാൻ ക്രൂസൈഡ് നടത്താൻ വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് തനിക്ക് വിസ ലഭിച്ചില്ല. എല്ലാത്തും റിജക്ട് ചെയ്തു. ഇങ്ങനെ ഒരു ഉപദേശം വേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അദ്ദേഹം മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്തിൽ
സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ക്രൂസൈഡിൽ ഈ രാജ്യത്തിലെ പ്രസിഡന്റ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കൈ കൊടുത്ത് സംസാരിച്ചു. ഇദ്ദേഹം ചോദിച്ചു, എന്റെ റെയ്നാഡ് ബോങ്കെ, നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത്? റെയ്നാഡ് ബോങ്ക് പറഞ്ഞു, ഞാൻ പലതവണ വിസയ്ക്ക് അപേക്ഷിച്ചതാണ്, റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പ്രസിഡന്റ് ഇത് അറിയുന്നില്ലല്ലോ. പ്രസിഡന്റ് പറഞ്ഞു, ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാം. എങ്ങനെയാ പ്രശ്നം പരിഹരിച്ചെന്നറിയോ? റെയ്നാഡ് ബോങ്കിക്ക് വിസ കൊടുത്തിട്ടല്ല, പ്രസിഡന്റിന്റെ ഫ്ലൈറ്റ് നേരിട്ട് റെയ്നാഡ് ബോങ്കിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഫ്ലൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വിസയുടെ ആവശ്യമില്ല അമേരിക്കയിലേക്ക് പോകാൻ. ഈ ഫ്ലൈറ്റിൽ ഞാൻ മുഖ്യ അതിഥിയായ രാഷ്ട്രത്തിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പാസ്പോർട്ട് അവർക്ക് ആവശ്യമില്ല. ശ്രദ്ധിച്ചിട്ട് പ്രസിഡന്റ് നേരിട്ട് ഫ്ലൈറ്റ് അയച്ചു കൊടുത്തു. റെയ്നാഡ് ബോങ്ക് എന്ന ദൈവത്തിന്റെ ദാസനെ ആ രാജ്യത്ത് കൊണ്ടുവരുക. പ്രസിഡന്റിന്റെ പ്രത്യേക ഗസ്റ്റായിട്ട് ആ രാജ്യത്തേക്ക് ദൈവമായി എത്തിച്ചു. ഇതിനെ വിശ്വസിച്ചാട്ട് ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം, നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവം, അവൻ നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവം. അവൻ യാക്കോബ് ദൈവസ്ഥിതിയിൽ വേറിടാൻ തുടങ്ങിയപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ. യാക്കോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ പേരെന്താ? നിന്റെ പേരെന്താ? യാക്കോബ് എന്ത് മറുപടി പറഞ്ഞത്? ഞാൻ യാക്കോബാ. അങ്ങനെ ചോദിച്ചത്, നിന്റെ പേരെന്താണ്? ഇയാൾ പേര് പലയിടത്തും തിരുത്തിയിട്ടുണ്ട്. അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ മൂത്ത മകനായ യേശാവ്. സ്തോത്രം, ഹല്ലേലൂയ. ഇസഹാക്കിനോട് എന്താ പറഞ്ഞത് യാക്കോബ്? ഞാൻ നിന്റെ മൂത്ത മകനായി. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ യാക്കോബ് ഇസഹാക്കിനോട് പറഞ്ഞു, ഞാൻ നിന്റെ മൂത്ത മകനായ യേശാവ്. അപ്പൊ ദൈവം ആരെയായി അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരുന്നത്? യാക്കോബിനെ. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം കേട്ടോ. ദൈവം അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വ്യക്തി യാക്കോബ്. ദൈവം അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നവൻ ഇളയവൻ. പക്ഷെ ഇവന്റെ വിചാരം ചേട്ടനായാലേ നന്മ വരുന്നു എന്നുള്ളതാണ്. യാക്കോബ് എന്താ ചിന്തിക്കുന്നത്? ചേട്ടനായാലേ രക്ഷപ്പെടത്തുള്ളൂ. ചേട്ടനായാലേ രക്ഷപ്പെടത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തോന്നും. ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്ഥാനത്തെത്തിയാലേ രക്ഷപ്പെടത്തുള്ളൂ, ഈ സ്ഥാനത്തെത്തിയാലേ രക്ഷപ്പെടത്തുള്ളൂ. അങ്ങനെയില്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ഫലങ്ങളാണ്, വ്യത്യസ്തമായ സ്ഥാനങ്ങളാണ്. അപ്പൊ യാക്കോബ് ചിന്തിക്കുകയാണ്, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് ഉയർച്ച വരണം, എന്റെ ജീവിതത്തിൽ ഒരു സ്ഥിതി മാറ്റപ്പെടണം. പക്ഷെ മാറ്റാൻ ആഗ്രഹിക്കുന്നത്, ഇവൻ വിചാരിക്കുന്നത് ജ്യേഷ്ഠൻ എന്ന സ്ഥാനം കിട്ടിയാൽ ചേട്ടനായി കഴിഞ്ഞ പ്രശ്നം തീരുമെന്നാണ്. പക്ഷെ ഒരിക്കലും പ്രശ്നം തീരാൻ പോകുന്നില്ല. ദൈവം അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് യാക്കോബിനെയാണ്. ദൈവം അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് റിബേക്കയുടെ ഇളയ മകനായ യാക്കോബിനെയാണ്. അവൻ സ്വന്തം ദൈവത്തിന്റെ അനുഗ്രഹം ഇളയവന്റെ മേൽ കിടക്കെ എങ്ങനെ യേശാവിനെ അനുഗ്രഹിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ദൈവം പേര് ചോദിക്കുന്നത്. ഇവൻ പേര് തിരുത്തി പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഇത് പറഞ്ഞ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പേര് തിരുത്തിയിട്ടുണ്ടോ? അനുഗ്രഹത്തിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു ഉപാധി സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവത്തിന് പറയാനുള്ളത് അങ്ങനെയല്ല. നീ എന്ന വ്യക്തിയാണ് ദൈവത്തിന് അനുഗ്രഹിക്കാൻ ഉദ്ദേശം. നിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവം ദൈവത്തിന് നന്നായി അറിയാം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ദൈവം നിന്നെ കണ്ടതാ. നിന്റെ എല്ലാ ബലഹീനതകളും ദൈവത്തിന് അറിയാം. നിന്റെ എല്ലാ പരാജയങ്ങളും ദൈവത്തിന് അറിയാം. നിന്റെ വീഴ്ചകളെ കുറിച്ച് ദൈവത്തിന് അറിയാം. ഈ വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഒരു പക്ഷേ യേശാവായിരിക്കാം നമുക്കറിയത്തില്ല. ക്വാളിറ്റി ഉള്ളത് യേശാവായി. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ കടന്നു വന്നപ്പോൾ ഒരു പാസ്റ്ററായിരുന്ന വ്യക്തി, നേരത്തെ പാസ്റ്ററായിരുന്നു, സഭ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. യേശു ദൈവമല്ലെന്നാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. എന്താണ് യേശു ദൈവമല്ല? അപ്പൊ ഇത് കൊച്ചു പുസ്തകം എഴുതി ഈ പുസ്തകത്തിൽ വായിക്കാൻ തന്നു, കുറെ കാര്യങ്ങൾ ഉപദേശിച്ചു. അപ്പൊ യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനത്തില്. അപ്പൊ ഇത് പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, യോഹന്നാൻ വെളുത് കെട്ടവനായിരുന്നു. യോഹന്നാൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അയാൾ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് അത് പലനായിട്ട് അംഗീകരിക്കേണ്ടത്. എന്ത് പറയാമെന്ന് ആലോചിക്കേ. നമ്മൾ ഉത്തരം കൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്നു യോഹന്നാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് അയാൾ എഴുതിയതൊന്നും നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, യേശു ദൈവമാണ്. പക്ഷെ ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു, അച്ഛൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ എന്ന് എനിക്കറിയാം.
അച്ഛൻ്റെ അകത്ത് യേശു ദൈവം അറിയാം എന്ന് എനിക്കറിയാം. അച്ഛൻ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന, ഒരു മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നിന്നാൽ യേശുവെ രക്ഷിക്കണമെന്ന് അച്ഛൻ പറയത്തുള്ളൂ. പക്ഷെ അച്ഛന്റെ ഉപദേശം കേട്ട്, അച്ഛന്റെ പുസ്തകം വായിച്ച് ആരെങ്കിലും യേശു ദൈവമല്ലെന്ന് വിശ്വസിച്ച് നരകത്തിലേക്ക് പോയാൽ ഈ കണക്കെല്ലാം അച്ഛൻ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പോയി. കുറെ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം കൂടുന്ന ചർച്ചിലെ പാസ്റ്ററെ ഞാൻ കണ്ടു. ആ പാസ്റ്ററോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപദേശം യേശു ദൈവമല്ലെന്നാണ്, യേശു ദൈവമല്ലെന്നാണ് ഇദ്ദേഹം ഉപദേശിക്കുന്നത്. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, എന്റെ പൊന്നും പാസ്റ്റർമാരെ, നിങ്ങളൊരു കാര്യം കേൾക്കണം. ഇദ്ദേഹം അതിരാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. ഏത്? യേശു ദൈവമെന്ന് പറയുന്ന വ്യക്തി. അതിരാവിലെ അദ്ദേഹം ആളുകളെ കൗൺസിൽ ചെയ്യുന്ന വ്യക്തിയാണ്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളെക്കാൾ ക്വാളിറ്റിയുള്ള വ്യക്തിയാണ്. പക്ഷെ യേശു ദൈവമല്ലെന്നാ പറയുന്നത്. അതവരുടെ പ്രശ്നമല്ല. അപ്പോൾ എന്നേക്കാൾ ക്വാളിറ്റി ഉള്ളവനാണെങ്കിലും യേശു ദൈവമല്ല എന്ന് പറയുന്നെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. എന്നേക്കാൾ ക്വാളിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും, ഒരുപക്ഷെ ഞാൻ ക്വാളിറ്റി കുറഞ്ഞവനാണെങ്കിലും, യേശു ദൈവമല്ലെന്ന് പറയുന്നവൻ നമുക്ക് പ്രശ്നക്കാരൻ തന്നെയാണ്. അവൻ സഭയിൽ അവൻ ഇതിൽ കണ്ണി പോലെ പടർന്നു പിടിച്ച് അനേകരെ തെറ്റിച്ചു കളയും. ഇത് നമ്മൾ കാണാനുള്ള വെളിപ്പാട് നമ്മുടെ കണ്ണിൽ തുറക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ പ്രശ്നക്കാരനായ യാക്കോബിനെയാണ് ദൈവത്തിന് വേണ്ടത്. ഈ അവിശ്വസ്തനായ യാക്കോബിനെയാണ് ദൈവത്തിന് വേണ്ടത്. വിശന്നു വലഞ്ഞു വന്ന ചേട്ടന് പായസം കൊടുത്തുകൊണ്ട് ജ്യേഷ്ഠാവകാശം കൈക്കലാക്കിയ ഇത്രയ്ക്ക് ഉപായിയായ ഒരു മനുഷ്യനെയാണ് ദൈവത്തിന് വേണ്ടത്. അവന്റെ ഉപായം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതല്ല, ശിവന് ദൈവത്തിന് ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യരുണ്ട് ഈ ലോകത്ത്? പായസം കൊടുത്തിട്ട്, പിന്നെ വിശന്നു വലഞ്ഞു കൊടുക്കുന്ന മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം കൈവശമാക്കുന്ന ഇത്രയ്ക്ക് കുലന്ത്രിയായ യാക്കോബിനെ ദൈവത്തിന് ഇഷ്ടമായി. അവന്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല, ആ വ്യക്തിയോട് ദൈവത്തിന് ഒരു ഇഷ്ടം തോന്നി. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിന് എന്താണ് പറയാനുള്ളത്? യാക്കോബേ, നിന്നെ തന്നെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിന്റെ ബലഹീനതകൾ അറിഞ്ഞു തന്നെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിന്റെ പരാജയത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവം സ്നേഹിക്കുന്നത്. നിന്റെ വീഴ്ചകളെ നന്നായി അറിഞ്ഞിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്. നീ ആരെന്നും നീ എന്തെന്നും നിന്റെ ജീവിതാനുഭവം എന്തെന്നും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നിന്നെ സ്നേഹിച്ചത്. ദൈവത്തിന് ഇന്ന് പകലിന്റെ പേര് മാറ്റാൻ ഉദ്ദേശമുണ്ട്. ദൈവം എന്താണ് പേര് മാറ്റുന്നത്? യാക്കോബ് എന്നുള്ള പേരിനെ ദൈവം എടുത്തു മാറ്റി, ഇസ്രായേൽ എന്നുള്ള പേരാക്കി മാറ്റി, ദൈവത്തിന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി മാറ്റി. കേവലം ഒരു കുടുംബത്തിന്റെ അവകാശത്തിന് വേണ്ടി ബന്ധപ്പെട്ട യാക്കോബ് എന്തിനു വേണ്ടിയാണ് ബന്ധപ്പെട്ടത്? ഇസഹാക്കിൽ നിന്നും ഒരു അനുഗ്രഹം വേണം, ആ കുടുംബത്തിൽ ജ്യേഷ്ഠനായി മാറണം, ആ കുടുംബത്തിന് അനുഗ്രഹം വരണം, ഒരു അവകാശത്തിന്റെ പ്രതീകമായി മാറണം. പക്ഷെ കഥ പറഞ്ഞു, അങ്ങനെയല്ല യാക്കോബേ, ഞാൻ എന്റെ മുഴുവൻ അവകാശത്തിന്റെയും പ്രഭുവാക്കി ഞാൻ നിന്നെ മാറ്റാം. കേവലം ഇസഹാക്കിന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു ജനറേഷന്റെ മാത്രമല്ല, ദൈവത്തിന് എന്ത് അവകാശമുണ്ടോ ഈ അവകാശങ്ങളുടെ എല്ലാം പ്രഭുവാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോകുകയാണ്. ദൈവം ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം യാക്കോബിന്റെ പ്രതിയാണ്. ഈ ലോകത്ത് ദൈവം എന്ത് ടെക്നോളജി ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഈ യാക്കോബിന്റെ പ്രതിയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ നടുവിലും ദൈവം ഇറങ്ങി വരുന്നത് ഈ യാക്കോബിന്റെ പ്രതിയാണ്. യാക്കോബ് ദൈവത്തിന്റെ അവകാശത്തിന്റെ പ്രഭുവായി മാറി. ഈ ഒരു കുടുംബത്തിന്റെ അധികാരിയാകാനാണ് ദൈവത്തോട് ചേർന്ന് ഒരു വലിയ സമൂഹത്തിന്റെ അധിപതിയാക്കി ദൈവത്തെ മാറ്റി. ഒരു കുടുംബത്തിന് അധിപതിയാകാൻ കഴിയാതെ നിന്റെ വാക്കുകൾ മനുഷ്യൻ തിരസ്കരിച്ചെങ്കിൽ, തള്ളിക്കളഞ്ഞെങ്കിൽ, വേദനയുടെ നടുവിൽ നിൽക്കേണ്ടി വന്നെങ്കിൽ ഉള്ളം വിഷമിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ യാക്കോബിനെ എടുത്തുയർത്തിയ ദൈവം, യാക്കോബ് എന്നുള്ള പേര് ഇസ്രായേൽ, ഇത് ലോകത്ത് കേൾക്കാത്ത, ഈ പദം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ഇസ്രായേൽ, ഇസ്രായേൽ, ഇസ്രായേൽ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് പത്രം വായിക്കുമ്പോൾ ആദ്യം ലാസ്റ്റ് പേജ് വായിക്കുകയാണ്. ലാസ്റ്റ് പേജ് എന്താ? അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പുറകിൽ പ്രധാന വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് വായിച്ചിട്ടേ ഇല്ല? അതായത് സെക്കൻഡ് ലാസ്റ്റ് പേജ് ഞാൻ മലയാളം വായിച്ചുകൊണ്ടിരുന്നോ, മറ്റു പത്രങ്ങളുടെ കാര്യം അറിയില്ല. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഇത്രയും കാലഘട്ടമായി ഇസ്രായേൽ ഒരു വാർത്തയാണ്. ഒരു കുഞ്ഞു ജനസമൂഹം, ഒരു ചെറിയ ജനസമൂഹം.
കേരളത്തിന് അത്ര പോലും വൈഭവില്ലാത്ത രാജ്യത്ത് പാർക്കുന്ന ഒരു കുഞ്ഞു സമൂഹം. പക്ഷെ ഈ വാർത്തയാണ് ലോകത്തിന്റെ എല്ലാവരുടെയും ശ്രദ്ധ. ഇസ്രായേൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി ദൈവം യാക്കോബിനെ മാറ്റി. ഇന്ന് എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകുന്നു? ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്റെ പേര് വലുതാക്കും. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയായിരുന്നു: നിന്റെ ദൈവമായ യഹോവയിലേക്ക് തിരികെ വരിക, നിന്റെ അകത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. രണ്ടാം വാക്യം വീണ്ടും വായിച്ചേ. ഹോശേയ 14:2. അപ്പൊ ഞങ്ങളുടെ സകല അകൃത്യങ്ങളും ക്ഷമിക്കണം, അനുതാപവാക്യത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെന്ന് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നു. മൂന്നാം വാക്യം: അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. അപ്പൊ ഇതിന് മുമ്പ് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? അശൂർ ഇവരെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തെ കൂടാതെ എന്തൊക്കെയോ സംഗതികൾ, എന്തൊക്കെയോ വ്യക്തികൾ, ആരൊക്കെയോ തന്നെ രക്ഷിക്കും, ആ സാഹചര്യങ്ങൾ തനിക്ക് ഉണർവാവും, ഉയർച്ചയാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ജനം എന്ത് പറയുകയാണ്? അശൂർ ഇനി ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ ഇനി പറയത്തില്ല. പിന്നെ എന്താണ്? കുതിരപ്പുറത്ത് കയറി ഞങ്ങൾ ഓടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് കയറി മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനായി മുന്നോട്ട് പോകാമെന്നാണ് ഇസ്രായേൽ ചിന്തിച്ചിരുന്നത്. ഞങ്ങൾ ഇനി അങ്ങനെ ആമേൻ ഓടുകയില്ല. പിന്നെയോ ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവം എന്ന് പറയത്തില്ല. ഇസ്രായേൽ തങ്ങളുടെ കൈവേലയെ ദൈവം എന്ന് വിളിച്ചു. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. സ്തോത്രം. അനാഥന് പോലും തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവി എന്ന് പറയുകയാണ്. അടുത്ത വാക്യം വായിച്ചേ. ആമേൻ. ഔദാര്യമായി സ്നേഹിക്കും. ഒരു ഭാഗം കൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വീണ്ടും ഒന്നുകൂടി മടങ്ങി വരാം. ഹോശേയ 5:14 വാക്യം കൊണ്ട് വായിച്ചേ. 5:14 വാക്യം. 14-15. ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദാ ഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പോയി കളയും, ഞാൻ പിടിച്ചുകൊണ്ടുപോകും, ആരും വിടുവിക്കുകയില്ല. അപ്പൊ കർത്താവിന്റെ വചനത്തിൽ ഇവിടെ എന്താ വായിക്കുന്നത്? ദൈവം തന്നെ ഇവരെന്ത് ചെയ്യാണ്? ഒരു സിംഹം കീറിക്കളയുന്നത് പോലെ കീറിക്കളഞ്ഞിരിക്കുകയാണ്, പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, ആരും വിടുവിക്കുകയില്ല. 15 വാക്യം ശ്രദ്ധിച്ചോണ്ടേ. 5:15 വാക്യം. അവർ ഒരുമിച്ച് ഒന്ന് പറയാമോ? എല്ലാവരും കൂടെ എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി. മടങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യും? എന്റെ സ്ഥലത്ത് തന്നെ ഇരിക്കും. സ്തോത്രം. അപ്പോൾ ഇസ്രായേലിനോട്, ദൈവത്തിന്റെ ജനത്തോട് കർത്താവ് എന്ന് പറയുന്നത്, ഇവർ കുറ്റം ഏറ്റു പറയുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് തന്നെ. എപ്പോഴാണ് ദൈവം ജീവിക്കുമ്പോ? കുറ്റമേറ്റു പറയുമ്പോൾ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ തെറ്റിപ്പോയ മണ്ഡലത്തെ നമ്മൾ ഇനി നമ്മൾ മാനുഷിക ബന്ധങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ആ ബന്ധങ്ങളിൽ നമുക്കുണ്ടായ വിള്ളലുകൾ നമ്മൾ പരിഹരിച്ചേ മതിയാകും. ദൈവത്തോട് മാത്രം പ്രശ്നം പരിഹരിച്ചോ? ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷി, ദൈവത്തോടും മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കുന്നവരാകണം. ആമേൻ. അപ്പോൾ ദൈവം പറയുന്നത്, നിങ്ങൾ കുറ്റമേറ്റു പറയുമ്പോഴും ഞാൻ മടങ്ങിപ്പോകും, എന്റെ സ്വസ്ഥാനത്തിരിക്കും, എന്റെ സ്ഥലത്തിരിക്കും. എപ്പോഴാണ് നിങ്ങൾ കുറ്റമേറ്റു പറയുന്ന ആ സമയത്ത് ഞാൻ എഴുന്നേറ്റു വന്ന് നിങ്ങളെ രക്ഷിക്കും. അതുവരെ സിംഹം കീറിക്കളയുന്ന അനുഭവം, രക്ഷിക്കപ്പെടുന്ന അനുഭവം
ആമേൻ, സ്തോത്രം, അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. അപ്പൊ നമ്മൾ മറ്റു വ്യക്തികളോടുള്ള ബന്ധത്തിൽ നമ്മൾക്കുണ്ടായിരിക്കുന്ന കുറ്റങ്ങൾ ഏച്ചു പറയും കേട്ടോ. നമ്മൾ ആദ്യം വായിച്ച പോലെ അനുതാപ വാക്യത്തോടെ അടുത്ത് വരണം. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരനോട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളോട് സ്തോത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഏച്ചു പറയണം. അപ്പൊ ഭാര്യ ഭർത്താവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുതാപ വാക്യത്തോടെ ഭർത്താവിന്റെ അടുത്ത് ചെല്ലണം. അല്ലെ, ഞാൻ ഇന്നത് പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറയണം. അതിന് പകരം നമ്മൾ എങ്ങനെ ഇയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇയാൾ വേണമെങ്കിൽ ക്ഷമിച്ചേരെന്ന് പറയാൻ പറ്റരുത്. ഏത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കതായി തോന്നിയിട്ടില്ല, ലക്ഷ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ക്ഷമിച്ചേരെ എന്ന് നമ്മൾ പറയാൻ നിൽക്കരുത്. അച്ചായനോട് പറയേണ്ടത് എന്താണ്? അച്ചായൻ ഞാൻ തെറ്റിപ്പോയിരിക്കുകയാണ്. അച്ചായൻ തെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് തെറ്റ് ചെയ്യാനുള്ള അനുഭവം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തെറ്റ് അനുതാപവാക്യത്തോടെ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ തല ശരിയാവും. തല അല്ലെ, സ്ത്രീയുടെ തലയാരം വെച്ച് പുരുഷൻ അല്ലെ, ഭർത്താവ്. അപ്പൊ തലയില്ലാത്ത ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. എങ്ങനെയാവരുത്? തലയില്ലാത്ത ക്രിസ്ത്യാനിയായി മുന്നോട്ട് പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ നമ്മൾ എവിടെയാണോ തെറ്റിയിരിക്കുന്നത്, ദൈവിക ബന്ധത്തിൽ, മാനുഷിക ബന്ധത്തിൽ നമ്മുടെ കുറ്റം ഏറ്റു പറഞ്ഞ് ദൈവത്തോട് അടുത്തു വരുന്നില്ലെങ്കിൽ ദൈവം മാറിപ്പോയി, നിങ്ങളെ വിട്ടിട്ട് മാറിപ്പോയി. നമ്മളിവിടെ കിടന്ന് കർത്താവേ കർത്താവേ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ചെയ്യാണ് പതുക്കെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് അവിടെ പോയി മാറിയിരിക്കും. നിങ്ങളുടെ ഭർത്താവ് മാറിയിരുന്ന നിങ്ങൾക്ക് വിഷമം അല്ലെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിണങ്ങി മാറിയിരുന്ന നിങ്ങൾക്ക് വിഷമോ, മറ്റുള്ളവർ പിണങ്ങി മാറിയിരുന്ന വിഷമം. നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ് യോഹന്ന പറയും, എന്റെ കൂട്ടുകാരികളൊക്കെ എന്നോട് വീണ്ടാതെ മാറി. അവർക്ക് ഭയങ്കര സങ്കടം. അവർക്ക് 4 ആങ്ങളമാരുണ്ട്. സ്തോത്രം. എന്നിട്ടും അവരുടെ കൂട്ടുകാരികളും ഇല്ലാതിരിക്കുന്ന ഭയങ്കര വിഷമം. എന്റെ യോഹന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചായോ, കൂട്ടുകാരി പിണങ്ങുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം പിണങ്ങുന്നത് നമുക്ക് ആർക്കെങ്കിലും വിഷമാണോ? കഥ പറയാ, ഞാൻ മാറിപ്പോയിരിക്കും, ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥാനത്തിരിക്കും, കുറ്റമേറ്റു പറയുവോളം ഞാൻ നിങ്ങളെ വിട്ടുമാറിപ്പോകും. ഇത് നമുക്ക് ആർക്കും വിഷമമല്ല. പാസ്റ്റർ മിണ്ടാതിരുന്നാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമമാണ്, അമ്മാമ്മ മിണ്ടാതിരിക്കുമ്പോൾ വിഷമമാണ്. കൂട്ടുവിശ്വാസം മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് വിഷമമാണ്, കൂട്ടുകാർ മിണ്ടാതിരിക്കുന്നത് വിഷമമാണ്. പക്ഷെ ദൈവം മിണ്ടാതെ നിങ്ങളെ വിട്ടു മാറിപ്പോകുന്നത് വിഷമമാണോ? ഇരുപകലും ദൈവത്തിലേക്ക് മടങ്ങി വരുമോ? ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുമോ? അവൻ പറിച്ചു കീറി സിംഹം അവൻ കടിച്ചു കീറുന്നത് പോലെ ജീവിതത്തിന്റെ മണ്ഡലത്തിൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് സ്തോത്രം അവൻ കുറ്റമേറ്റു പറഞ്ഞ് മടങ്ങി വരുമ്പോളം ഞാൻ എന്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവൻ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കഷ്ടത ദൈവം എന്തുകൊണ്ടോ വരുത്തുന്നത്? പരിഹാരമായിരുന്നപ്പോ അന്വേഷിക്കായിരുന്നോണ്ട് ഇപ്പൊ കർത്താവ് കഷ്ടതയെ അനുഭവിപ്പിക്കുക. കോശയെ 6 ഒന്നുകൂടി വായിച്ച് 6 1 വാക്യം. കോശയെ 6 നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് കയറി പോകാം. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. അവൻ കടിച്ചു കീറിയിരിക്കുമ്പോഴും നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലണം. അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു. അവൻ മുറിവ് കെട്ടും. അവൻ അടിച്ചിരിക്കുമ്പോഴും അവൻ കടിച്ചു കീറിയിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ള എന്താണുള്ളത്? ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. ദൈവത്തോട് പിണങ്ങി മാറാൻ പറ്റത്തില്ല. ഭർത്താവ് വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾ പിണങ്ങി മാറുമായിരിക്കും, ഭാര്യമാർ വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾ പിണങ്ങി മാറുമായിരിക്കും. ജീവിതത്തിലുള്ള ഏതെങ്കിലും വ്യക്തിബന്ധങ്ങൾ അവൻ ഇഷ്ടക്കുറവിന്റെ പുറത്ത് നിങ്ങൾക്ക് പിണങ്ങി മാറാൻ പറ്റുമായിരിക്കും. ദൈവത്തിൽ നിന്ന് അങ്ങനെ പിണങ്ങി മാറുന്നത് നിങ്ങളുടെ പരാജയത്തിന് കാരണമാണ്. ദൈവത്തിൽ അകന്നു പോകുകയല്ല. ദൈവം നിന്നെ കടിച്ചു കീറുമ്പോൾ, ദൈവം നിന്നെ ഞെരുക്കുമ്പോൾ, ദൈവത്തിന്റെ കരം പ്രതികൂലമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വരുവീൻ, നമുക്ക് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാം. ഈ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്കൊന്ന് തിരികെ ചെല്ലാം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രസാദ വർഷം നമ്മുടെ മേലിറങ്ങി വരാൻ പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. വായിച്ചാട്ട്
പ്രോത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. ആ. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കും. പിന്മഴ പോലെ തന്നെ നമ്മുടെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. Praise the Lord, praise the Lord, praise the Lord, praise the Lord. എല്ലാവരും ഇവിടെ ഉണ്ടോ? അടുത്തു പോയല്ലേ? ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരും. എന്ത് ചെയ്യും ആന്റി? Praise the Lord. നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ, നാം ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം മഴയെ ഇങ്ങോട്ടയക്കും. എന്തെങ്കിലും അച്ചായ നമ്മൾ മഴയുടെ പുറകെ പോയിട്ടുണ്ടോ? ഇല്ല, മഴ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഒരു ദിവസം പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് മഴ നമ്മുടെ അടുക്കലേക്ക് വന്നു. ഇന്ന് വലിയ ശ്രദ്ധിക്കാമോ? ദൈവം പിന്മഴ പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. പിന്മഴ പോലെ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ, ദൈവമുഖം അന്വേഷിച്ചു കഴിയുമ്പോൾ, അവനെ സ്വന്തം ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ദൈവം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹോശേയ 14 നമ്മൾ വായിക്കാനിരുന്ന വേദഭാഗം ഇതായിരുന്നു: ഞാൻ അവന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാകും. തുടർന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. നാം ദൈവത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ദൈവം ഒരു പിന്മഴ പോലെ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. ദൈവത്തിന്റെ പ്രസാദ വർഷം നമ്മുടെ മേൽ ഇറങ്ങി വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ഇറങ്ങി വരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാമോ? ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ പ്രസാദ വർഷം നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരട്ടെ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ വാത്സല്യ പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയും ഇരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വന്ന്, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വന്ന് ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കരുണയും നമ്മുടെ സ്നേഹവും ഒക്കെ അതിർവരമ്പുകൾ ഉള്ളതാണ്. ഇതിനെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും സംരക്ഷിക്കുന്നതിനെല്ലാം പരിമിതികളുണ്ട്. പക്ഷെ ദൈവം അതിനപ്പുറമായി നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ അകർഥ്യം, നമ്മുടെ അകർഥ്യം നിമിത്തം നാം ദൈവത്തിനകന്നു പോയിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ അകർച്ചമാണ്, നമ്മുടെ അകർച്ചമാണ് ദൈവത്തിന് അകറ്റിക്കളഞ്ഞത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അകർച്ചമാണ് ദൈവസന്നിധി നമ്മെ മാറ്റിക്കളഞ്ഞത്. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ അകർത്യങ്ങൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ, കുറ്റമേറ്റു പറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഒരു 3-ാം നാൾ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുക. ദൈവത്തോട് പറഞ്ഞാൽ, കർത്താവേ, ഇന്നെ 3-ാം നാളായി മാറണമേ. സ്തോത്രം. അവൻ കാനയിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയ 3-ാം നാൾ. ദൈവം പ്രവർത്തിയുടെ ആരംഭം കുറിക്കുന്ന 3-ാം നാൾ. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 3-ാം നാൾ. എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 3-ാം നാൾ. ദൈവമേ, ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ ഒരു 3-ാം നാളാക്കി മാറ്റണമേ. യാക്കോബിന്റെ ജീവിതത്തിൽ അവന്റെ പേരിനെ മാറ്റി ഇസ്രായേലാക്കി മാറ്റിയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പ്രഭുവാക്കി, അവകാശത്തിന്റെ പ്രഭുവാക്കി, കേവലം ഒരു കുടുംബത്തിന്റെ അവകാശത്തിന് വേണ്ടി ബന്ധപ്പെട്ട യാക്കോബിനെ ദൈവത്തിന്റെ മുഴുവൻ അവകാശത്തെ പ്രഭുവാക്കി മാറ്റിയ ദൈവ പ്രവൃത്തി ഇന്ന് മുതൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. നമ്മുടെ കഴിവുകൾ ഓടിയത് അവൻ പരാജയപ്പെട്ടു. നാം കുതിരപ്പുറത്ത് കയറി ഓടിയത് പരാജയപ്പെട്ടു. നമ്മുടെ ബുദ്ധി മണ്ഡലം പരാജയപ്പെട്ടു. നമ്മൾ ശ്രമിച്ചത്, അവൻ പരിശ്രമിച്ചത് പരാജയമായി. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സ്ഥിതി മാറുകയാണ്. ഭൂമിയെ നനയ്ക്കുന്ന ഒരു പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പിന്മാറ്റത്തെ അവൻ ശാസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ വിട്ട് അകന്നുപോയ മണ്ഡലത്തിൽ നിന്നും ഈ പകലിൽ മടങ്ങി വരുന്നതിന് വേണ്ടി ദൈവം നമ്മെ വിളിക്കുന്നു. എല്ലാവരും സമർപ്പിക്കപ്പെടും. അടകാതെ യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം കൂടി ദൈവത്തെ പ്രാർത്ഥിച്ചാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചാണ്. അതിലെ തുറന്ന കരങ്ങളെ തട്ടി ദൈവത്തെ പ്രാർത്ഥിച്ചാണ്. ഇതിലൂടെ സ്ത്രീകളെ മാറ്റുന്ന ദൈവപ്രവൃത്തി പിന്മാറ്റത്തെ ശാസിച്ച് മടങ്ങി വരുന്ന ദൈവപ്രവൃത്തി
പിന്മാരുടെ ചികിത്സയ്ക്ക് സൗമ്യമാകുന്ന ദൈവപ്രവൃത്തി മടങ്ങി വരുക. ഇരുവരുടെ മടക്കി വരുന്നതിനാവും. ഓ അവൻ നമ്മെ ജീവിപ്പിക്കും. മൂന്നാം നാളിൽ അവൻ നമ്മെ ജീവിപ്പിക്കും. മൂന്നാം നാളിൽ അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ മൂന്നാം നാൾ വെളിപ്പെടുത്തിയ ഉണർവിന്റെ മൂന്നാം നാൾ, വീടിന്റെ മൂന്നാം നാൾ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന മൂന്നാം നാൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുത്തും. അഴകാ എല്ലാവരും പ്രാർത്ഥിക്കാതെ കുറ്റമേറ്റുന്നതിന് അവൻ ദൈവത്തിലേക്ക് വരുവോളം ദൈവം മാറിപ്പോയിരിക്കുന്ന ജീവനം പറയുന്നു. എന്നാൽ ഇതുപോലെ കുറ്റമേറ്റുമാണ് ദൈവത്തോട് അടുത്തു വരുമ്പോൾ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ്. ഒരു പിന്മണിയുടെ മുഴക്കം ഇതുപോലെ ജീവിതത്തിന്റെ വെളിപ്പെടുത്തൽ. ഇത് മൂന്നാം നാൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മെ ഉയർപ്പിക്കുന്ന മൂന്നാം നാൾ, നമ്മെ സൗഖ്യമാക്കുന്ന മൂന്നാം നാൾ, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന മൂന്നാം നാൾ, നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന മൂന്നാം നാൾ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൂന്നാം നാൾ. ഹല്ലേലൂയ. നമ്മുടെ നിന്ദയെ മാറ്റുന്ന മൂന്നാം നാൾ. ഹല്ലേലൂയ. പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന മൂന്നാം നാൾ. ഓ നമ്മുടെ നിങ്ങൾ കവന വൈദ്യത ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം. കർത്താവോട് പറഞ്ഞേ, കർത്താവേ കർത്താവേ പരിശുദ്ധാത്മാവേ എന്റെ സ്ഥിതികളെ മാറ്റുന്ന ഒരു മൂന്നാം നാളാക്കി മാറ്റണമേ. ഒരു നാമേ സ്വന്തം മൂന്നാം നാളാക്കി മാറ്റണമേ. ഓ റോബർ കവന വൈദ്യ കവന ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ ശക്തിയോടെ മടങ്ങിച്ചു. ആത്മാവ് നിറഞ്ഞവനായി സ്വന്തം യോദ്ധാൻ വീട്ടു മടങ്ങി. പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി, വെല്ലുവിളികളിലൂടെ കടന്നുപോയി. അവയെ സ്വന്തം തിരസ്കരണങ്ങളെയും അപമാനങ്ങളെയും മറ്റു വെല്ലുവിളികളെയും അതിജീവിച്ച് അവൻ ആത്മശക്തിയോടെ ഗലീലയിലേക്ക് ഒരു മൂന്നാം നാളിന്റെ പ്രത്യക്ഷതയ്ക്കായി മടങ്ങി വന്നു. ഇന്ന് മകൾ വിശ്വസിച്ചാൽ കർത്താവിന്റെ ജീവിതത്തിൽ മടങ്ങി വരുന്നു. കർത്താവിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. നാം ദൈവത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ദൈവം നമ്മിലേക്ക് മടങ്ങി വരികയാണ്. എന്തിനു വേണ്ടി? ഒരു മൂന്നാം നാളിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി. അവൻ നിന്റെ നിന്ദയെ മാറ്റാൻ വേണ്ടി, അപമാനത്തെ നീക്കാൻ വേണ്ടി, തിരസ്കരണത്തെ മാറ്റാൻ വേണ്ടി യേശു മൂന്നാം നാളിന്റെ പ്രത്യക്ഷതയുമായി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ്. ഒന്നുകൂടി വിശ്വസിച്ച് സ്തോത്രം ചെയ്താൽ അവൻ ലാസറിന്റെ കല്ലറയ്ക്ക് അരികെ വന്നു. ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. നിന്നെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ കീഴടക്കിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ അധികാരത്തിന്റെ ശബ്ദം. ഉയർപ്പിന്റെ കാഹളം, ഉയർപ്പിന്റെ കാഹളം നിന്റെ ചെവിയിൽ ദൈവം കേൾപ്പിക്കുക. അവൻ നിന്നെ ബന്ധിച്ചിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും 2 ദിവസത്തിന് ശേഷം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. 2 ദിവസത്തിന് ശേഷം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവ്. 2 ദിവസത്തിന് ശേഷം നിന്നെ ജീവിപ്പിക്കുന്ന അവൻ മൂന്നാം നാൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നാൾ. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. കല്ലറകൾ അടച്ചുറപ്പാക്കിയ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ വിശാൽ മുദ്രയേക്കാൾ യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ കാതുകളിൽ ആ ശബ്ദം മുഴങ്ങി. ദൈവത്തിന്റെ പൈതലേ, ഇതാ നിന്റെ കാതുകളിലെ ശബ്ദം മുഴങ്ങുകയാണ്. ഉയർപ്പിന്റെ ശബ്ദം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഉയർപ്പിന്റെ ധ്വനി വ്യാപരിക്കുകയാണ്. മൂന്നാം നാളിന്റെ ശക്തി വെളിപ്പെടുകയാണ്. നിന്ന മാറ്റുന്ന കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന മൂന്നാം ദിനത്തിന്റെ ആത്മശക്തിയുടെ വ്യാപാരം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ നിന്റെ മറ്റ് ശരീരങ്ങളെയും അവൻ ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് നിന്റെ മറ്റ് ശരീരത്തെയും അവൻ ജീവിപ്പിക്കും. ഒരു ഉയർപ്പുണ്ട്, ഒരു എഴുന്നേൽപ്പുണ്ട്, ഒരു കുതിച്ചുചാട്ടമുണ്ട്. സ്ഥിതികളെ മാറിയൊന്ന് മുന്നോട്ട് ചലിക്കുന്ന സമയമുണ്ട്.
എന്നും ഒതുങ്ങിയിരിക്കേണ്ടി വരത്തില്ല, എന്നും തകർന്നിരിക്കേണ്ടി വരത്തില്ല, എന്നും നിരാശരായി തുടരേണ്ടി വരത്തില്ല, എന്നും അപമാനിതരായി തുടരേണ്ടി വരത്തില്ല. അവൻ മൂന്നാം നാൾ നിനക്ക് വേണ്ടി ഉയർപ്പ് വെളിപ്പെടുത്തുന്ന ദിവസമാണ്. മൂന്നാം നാൾ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ദിവസമാണ്. ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തു പ്രാർത്ഥിച്ചാണ്. എല്ലാവരും അന്തരങ്ങളെ തുറന്ന് ദൈവത്തോടെന്ന് പറഞ്ഞാണ്, കർത്താവേ എന്നെ തുടരണമേ, എന്നെ തുടരണമേ, എന്നെ തുടരണമേ എന്ന് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. സ്വതന്ത്രം 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 യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല പകൽവേളയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ആത്മശക്തിയോടെ ഞങ്ങൾ ഇത്രത്തോളം നിറച്ചല്ലോ ദൈവമേ. ഞങ്ങൾ കുറ്റമേറ്റു പറയുമ്പോഴും അങ്ങ് മടങ്ങിപ്പോയി സ്തോത്രത്തിന്റെ സ്ഥാനത്തിരിക്കുമെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തിൽ മനസ്സിലാക്കി. ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഭൂമിയെ നനയ്ക്കുന്ന പിൻപഴ പോലെ അങ്ങ് ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവാണ്. ഞങ്ങൾ പിന്മാറ്റത്തെ ശാസിച്ച് ചികിത്സിച്ച് സൗഖ്യമാക്കി ഞങ്ങളെ മടക്കി വരുത്തുന്ന അവിടുത്തെ വിശ്വസ്തതയ്ക്കാണ് സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുക.